Hi everyone, myself Akila Narayanan. I'm taking classes for CSCMA Intermediate Law. സോ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഒരു സമ്മറി എന്ന് വെച്ചാൽ വെരി ക്വിക്ക് സമ്മറി ആയിരിക്കും ഉദ്ദേശിക്കുക. ഐ എം നോട്ട് പ്രോമിസിങ് യു ദ എൻറ്റയർ കൺസെപ്റ്റ് വിൽ ബി കവേർഡ്. ഈ ഒരു സമ്മറി മെയിനായിട്ട് യൂസ് ചെയ്യേണ്ട ആൾക്കാർ എസ്പെഷ്യലി ഫോർ റിവിഷൻ മേ ബി ഫുൾ ക്ലാസ് ഓൾറെഡി അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് ഒരു 1 hour 1.5 hour എൻ്റെ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് സ്വയം റിവൈസ് ചെയ്യാനുള്ള ടൈം സഫീഷ്യൻ്റ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1 hour ടൈം കൺസ്ട്രെയിനുള്ളിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി, അല്ലെങ്കിൽ എക്സാം എഴുതി കഴിഞ്ഞ സ്റ്റുഡൻസിന് അവരുടെ സബ്ജക്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി. ഇനി അതൊന്നും അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന ഒരു മോഡൽ അനുസരിച്ചാണെങ്കിൽ ഞാൻ സെൽഫ് സ്റ്റഡിക്ക് ഒരു ടോപ്പിക് എടുക്കുമ്പം ഞാൻ അതിൻ്റെ ഒരു സമ്മറി എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും എക്സ്റ്റേണൽ ഫാക്കൽറ്റിയുടെ റെഫർ ചെയ്തിട്ടായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നോക്കുക. സോ തുടക്കത്തിൽ എനിക്ക് ആ ചാപ്റ്ററിനെ കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ സെൽഫ് സ്റ്റഡിക്ക് എനിക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ആ ഒരു ഓവറോൾ ഐഡിയ വെച്ചിട്ടായിരിക്കും ഞാൻ 1 by 1 ആയിട്ട് ഓരോ പോർഷൻസ് എടുത്ത് സ്വയം പഠിച്ചെടുക്കുക. സോ ഈ ഏതെങ്കിലും പർപ്പസിന് വേണ്ടി മാത്രമേ ഈ വീഡിയോ യൂട്ടിലൈസ് ചെയ്യാവുള്ളൂ, അല്ലാതെ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻപുട്ട് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സോ ഈ വീഡിയോ യൂസ് ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഈ കാറ്റഗറിയിൽപ്പെട്ട ഒരാളാണ് നിങ്ങളെന്ന് എൻഷുർ ചെയ്യുക. സോ റിവിഷൻ പർപ്പസിനോ ഒരു സമ്മറി ഒന്നും കൂടി റിവൈസ് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒന്ന് പഠിച്ച് തുടങ്ങാൻ ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടിയോ എന്തെങ്കിലും വേണ്ടി മാത്രമേ ഈ വീഡിയോ യൂസ് ചെയ്യാവുള്ളൂ. കാരണം ഞാൻ എൻ്റെ കൺസെപ്റ്റ്സ് ഒന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓൾറെഡി ഇതിനെക്കുറിച്ചൊരു 80% അവയർനെസ് ഉള്ളവർക്ക് ഒരു 20% കൂടെ കൊടുത്ത് അതിനെ ഒന്ന് റിവൈസ് ചെയ്ത് മൈൻഡിനെ ഉള്ള മെമ്മറീസിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശം മാത്രമേ ഈ വീഡിയോയ്ക്കുള്ളൂ. സോ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, റെഗുലർ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പെൻഡിങ് നിൽക്കുന്നവരാണ് എങ്കിൽ എൻ്റെ റെഗുലർ ബാച്ച് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിനോടാണ് ഞാൻ പറയുന്നത്. സോ എൻ്റെ പ്രീവിയസ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് റിവിഷന് വേണ്ടി മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. അല്ലാതെ ഈ വീഡിയോ കണ്ടതുകൊണ്ട് ചാപ്റ്റർ കവറായി അല്ലെങ്കിൽ എൻ്റെ വീഡിയോ പ്രോസ്പെക്ടസ് ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. ഓക്കെ, സോ വേറെ ഏതെങ്കിലും ഫാക്കൽറ്റീസിൻ്റെ കാണുന്നവരാണെങ്കിൽ അതും റെഗുലർ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം റിവിഷൻ വീഡിയോസിനെ ഡിപ്പെൻഡ് ചെയ്യുക. സോ ഓൺലി ഫോർ റിവിഷൻ പർപ്പസ്. ഓക്കെ, ദെൻ ചാപ്റ്റർ നെയിം ഈസ് പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ്. തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ പറഞ്ഞ സെക്യൂരിറ്റീസ് എന്താണ്? നമ്മൾ ബാങ്കിന് കൊടുക്കുന്ന സെക്യൂരിറ്റി ആണോ? അല്ലല്ലേ. സോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതനുസരിച്ച് നമുക്കറിയാം നമ്മൾ ഒരു കമ്പനിയുടെ ഷെയർ അലോട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളും പിന്നെ എങ്ങനെയാണ് കമ്പനി, സോറി ഇവിടെ സൂം ഇൻ ആയിപ്പോയി, ഞാനൊന്ന് സൂം ഔട്ട് ആയിക്കോട്ടെ. ഓക്കെ ഫൈൻ, എക്സ്ക്യൂസ് മീ ഫോർ എ സെക്കൻഡ്. യാ, ദെൻ എന്ത് സെക്യൂരിറ്റീസാണ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത്? ഒരു കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിറ്റ്സ് ആവാം, ബോൺഡ്സ് ആവാം, എന്തെങ്കിലും ആകാം അല്ലേ. അതിനെ കോമൺലി പറയുന്ന പേരാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. സോ സെക്യൂരിറ്റി ഇഷ്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ മാറ്റേഴ്സാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കവർ ചെയ്യുക. സോ ഇനിഷ്യലി സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് ഷെയർസ് ഉണ്ട്, സ്ട്രിപ്സ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. സ്റ്റോക്ക് എന്ന് വെച്ചാൽ 100 shares of ₹10 ഈച്ച് എന്ന് പറയുന്നതിന് പകരം വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? 10,000 സ്റ്റോക്ക് ഓഫ് ഷെയർസ്, അതിനാണ് സ്റ്റോക്ക് എന്ന് പറയുക ഷെയർ. ദെൻ ബോണ്ട് ഉണ്ട്. ഡിബഞ്ചേഴ്സ് മീൻസ് ലൈക്ക് ഒരു ഡിവൈഡ് ചെയ്ത് പല പല പാർട്സ് ആയിട്ടൊരു ലോൺ പോലെ എടുക്കുന്ന ഒരു കോൺട്രാക്ട് ബേസിൽ 5 വർഷത്തേക്ക് 10 വർഷത്തേക്ക് എന്ന് പറഞ്ഞ് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഫിക്സ് ചെയ്തെടുക്കുന്ന ഒരു ലോൺ നേച്ചർ വരുന്നതാണ് ഡിബഞ്ചർ. ദെൻ ഡിബഞ്ചറിൻ്റെ സ്റ്റോക്ക്, അല്ലെങ്കിൽ വേറെ ഡെറിവേറ്റീവ്, ഫ്യൂച്ചേഴ്സ്, ഫോർവേഡ്സ് എന്നൊക്കെ പറഞ്ഞ ഡെറിവേറ്റീവ്സ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്തെങ്കിലും റിലേറ്റഡ് പഠിക്കുന്നുണ്ടോ? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അവിടെ എന്തെങ്കിലും കവർ ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ യൂണിറ്റ്സ്, നമ്മളുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെയും ഏതെങ്കിലും മിക്ക വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിൻ്റെയും മിക്ക യൂണിറ്റ്സ്. ദെൻ സെക്യൂരിറ്റി റെസീപ്റ്റ്സ്, ഇതെല്ലാം എന്താണ്? സെക്യൂരിറ്റിയാണ്. ഇതിൻ്റെ എല്ലാം അലോട്ട്മെൻറ്റും കാര്യങ്ങളുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കവർ ചെയ്യാൻ പോകുക. സോ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് രണ്ട് രീതിയിൽ, നമുക്ക് പബ്ലിക് കമ്പനിയുണ്ട്, പ്രൈവറ്റ് കമ്പനിയുണ്ട് അല്ലേ. സോ നമ്മളുടെ കമ്പനിക്ക് ഏതൊക്കെ രീതിയിൽ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റും? സോ ഷെയർ എന്നായിരിക്കും ഞാൻ കൂടുതൽ പറയുക, കാരണം നമ്മൾ കൂടുതൽ ഡീൽ ചെയ്യുന്നത് ഷെയറും ഡിബഞ്ചറും ആയിരിക്കും. ബാക്കിയെല്ലാം സെക്യൂരിറ്റീസിൽ പെടുമെങ്കിലും സോ ഞാൻ ഷെയർ എന്ന് ഇടയ്ക്കിടയ്ക്ക് അറിയാതെ പറഞ്ഞു പോയാലും ജസ്റ്റ് കീപ്പ് ഇൻ യുവർ മൈൻഡ്, ഞാൻ ഉദ്ദേശിക്കുന്നത് സെക്യൂരിറ്റീസിനെ എല്ലാത്തിനെയും കൂടെ ആയിരിക്കും. ഓക്കെ, ദെൻ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ്, ഏതൊക്കെ രീതിയിൽ സെക്യൂരിറ്റി ഇഷ്യൂ പോസിബിൾ ആണ്? പബ്ലിക് കമ്പനി ആണെങ്കിൽ പബ്ലിക് ഓഫറിന് പോകാം, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിന് പോകാം, ബോണസ് ഇഷ്യൂവിന് പോകാം, റൈറ്റ് ഇഷ്യൂവിന് പോകാം. പക്ഷേ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ഈ പറയുന്ന പബ്ലിക് ഓഫർ പോസിബിൾ ആണോ? അല്ലല്ലേ. എന്തുണ്ട്? റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലേ പ്രൈവറ്റ് കമ്പനിക്ക്. നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട് ഈ റെസ്ട്രിക്ഷൻസ്? ഇതിനു മുമ്പ് നമ്മൾ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ പഠിച്ചപ്പോൾ റെസ്ട്രിക്ഷൻസ് റിഗാർഡിംഗ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റെസ്ട്രിക്ഷൻസ് പഠിച്ചിട്ടുണ്ട്. സോ അവിടെ നമ്മൾ പറഞ്ഞത് പബ്ലിക് ഓഫർ പറ്റത്തില്ല എന്ന്. സോ ബാക്കി 3 മോഡ് മാർക്ക് അവൈലബിൾ ആണ്, പ്രൈവറ്റ് കമ്പനിക്ക് അവൈലബിൾ ആണ്. സോ എന്താണ് പബ്ലിക് ഓഫർ എന്ന് വെച്ചാൽ നമ്മൾ പബ്ലിക് അറ്റ് ലാർജിന് ഫുള്ളായിട്ട് ഷെയർ
ഇഷ്യൂ ചെയ്യുകയാണ് പബ്ലിക് അറ്റ് ലാർജ്. ഈ പബ്ലിക്കിന് ഫുള്ള് നമ്മൾ വിളിച്ചു പറയുകയാണ് ആർക്ക് വേണമെങ്കിലും താല്പര്യമുള്ളവർക്ക് ഒന്ന് ഷെയർ എടുക്കാമെന്ന് പറഞ്ഞ് എൻ്റെയർ കമ്മ്യൂണിറ്റി നമ്മൾ അഡ്രസ്സ് ചെയ്ത് വിളിക്കുന്നതാണ് പബ്ലിക് ഓഫർ. ദെൻ ഒരു ഗ്രൂപ്പിനെ മാത്രം, ഒരു സ്പെസിഫൈഡ് ഗ്രൂപ്പിനെ മാത്രം സെലക്ട് ചെയ്ത് അവരെ മാത്രം വിളിക്കുന്നതിന് നമ്മൾ എന്ത് പറയും? പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. ദെൻ ബോണസ് ഇഷ്യൂ, റൈറ്റ് ഇഷ്യൂ, ഇത് രണ്ടും എന്താണ്? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ കൊടുക്കുകയാണ്. സോ ആരാണ് ഗ്രൂപ്പ്? പബ്ലിക്കും അല്ല, ഒരു പ്രൈവറ്റ് ഗ്രൂപ്പും അല്ല, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിക്ക് ഇപ്പോൾ എത്ര ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് അവർക്ക് കുറച്ചും കൂടെ ഷെയർസ് കൊടുക്കുന്നതാണ് ബോണസ് ഇഷ്യൂ അഥവാ റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. സോ റൈറ്റ് ഇഷ്യൂ ക്യാഷിനാണ്, ബോണസ് ഇഷ്യൂ ഫ്രീ ആയിട്ടാണ് കൊടുക്കുക എന്നുള്ളതാണ് വ്യത്യാസം. ഈ ഡീറ്റെയിൽ നമ്മൾ വരുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ദെൻ പബ്ലിക് ഓഫർ എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എന്താണ്? IPO, ഇനിഷ്യൽ പബ്ലിക് ഓഫർ. ആദ്യമായിട്ട് പബ്ലിക് ഓഫറിന് പോകുമ്പോൾ IPO. പിന്നീടുള്ളതിന് എന്ത് പറയും? ഫർദർ പബ്ലിക് ഓഫർ. ദെൻ ഓഫർ ഫോർ സെയിൽ. ദാറ്റ് മീൻസ് ഒരു കമ്പനിയുടെ ഷെയർസ് ആദ്യമായിട്ട് പബ്ലിക്കിന് കൊടുക്കുന്നതിന് പ്രോസസ്സിനാണല്ലോ നമ്മൾ പബ്ലിക് ഓഫർ എന്ന് പറയുക. സോ ഇതിന് പകരം കമ്പനി എന്ത് ചെയ്തു? ആദ്യമായിട്ട് വേറൊരു എൻറ്റിറ്റിക്ക് കൊടുത്തു. ഇഷ്യൂ ഹൗസ് ആകാം, മെമ്പേഴ്സ് ആവാം, ഒരു ഗ്രൂപ്പിന് കുറച്ച് ആൾക്കാർക്ക് കൊടുത്തു. ഇവരുടെ കയ്യിൽ നിന്ന് പിന്നെ ഇത് പബ്ലിക്കിൻ്റെ കയ്യിലേക്ക് പോവുക. അങ്ങനെയാണ് എങ്കിൽ ഇൻഡയറക്ട്ലി ഇവിടെ എന്ത് നടന്നു? പബ്ലിക് ഓഫർ നടന്നല്ലേ. സോ അതിനെ പറയുന്നതാണ് ഓഫർ ഫോർ സെയിൽ. ബിക്കോസ് ഇങ്ങോട്ടൊരു ഓഫർ എന്തിനു വേണ്ടി നടന്നേക്കുന്നത്? ഈ പബ്ലിക്കിന് ഒരു സെയിൽ നടത്താൻ വേണ്ടി അല്ലേ. സോ പബ്ലിക്കിൻ്റെ കയ്യിലേക്ക് പോകുന്നതിനെ നമ്മൾ എന്ത് പറയും? ഓഫർ എന്ന് പറയും. ദെൻ ഈ പബ്ലിക്ക് പിന്നെ വേറെ ആർക്കെങ്കിലും വിറ്റ് അതിനെ എന്ത് പറയും? സെയിൽ എന്ന് പറയും. സോ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? കമ്പനി ഒരു ഓഫർ കൊടുത്തു ആർക്ക്? ഇങ്ങോട്ട് അല്ലേ, ഒരു ഷെയർ ഓഫ് പബ്ലിക് ഓഫർ നടത്തി. എന്തിനു വേണ്ടിയാ? പബ്ലിക്കിന് ലേറ്റർ ഓൺ സെല് ചെയ്യാൻ വേണ്ടി. ദിസ് ഈസ് ആൻ ഓഫർ ഫോർ സെയിൽ. സോ അതും എന്താണ്? പബ്ലിക് ഓഫർ പോലെ തന്നെയാണ്. ഒരു ഇൻ്റർമീഡിയറി പാർട്ടീനെ കമ്പനി കൊണ്ടുവന്നു എന്നേ ഉള്ളൂ. സോ അതും എന്താണ്? പബ്ലിക് ഓഫറായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുക. സോ ഈ മൂന്നെണ്ണവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ദെൻ സെക്ഷൻ 42 ഡീലിംഗ് വിത്ത് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, 23 മുതൽ 41 വരെയുള്ള സെക്ഷൻസ് ആണ് പ്രോസ്പെക്ടസും പബ്ലിക് ഓഫറും വരെയുള്ളതിൽ നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ദെൻ എന്താണ് പ്രോസ്പെക്ടസ്? പ്രോസ്പെക്ടസ് എന്ന് കേൾക്കുമ്പോൾ ഓർക്കണം, ഇറ്റ്സ് എൻ ഇൻവിറ്റേഷൻ ടു ഓഫർ. സോ പബ്ലിക്കിനെ ഫുള്ളായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നതാണ് പ്രോസ്പെക്ടസ്. ഇൻവിറ്റേഷൻ ടു ഓഫർ. ഓഫറും ഇൻവിറ്റേഷൻ ടു ഓഫറും തമ്മിലുള്ള ഡിഫറൻസ് അറിയാമെന്ന് വിചാരിക്കുന്നു. സോ ഒരു ഇൻവിറ്റേഷൻ ടു ഓഫറാണ് പ്രോസ്പെക്ടസ്. സോ പബ്ലിക് ഓഫറിന് പബ്ലിക്കിനെ ഫുൾ ഇൻവൈറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റിൻ്റെ പേരെന്താണ്? പ്രോസ്പെക്ടസ്. സോ പ്രോസ്പെക്ടസ് രണ്ട് രീതിയിലുണ്ട്. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഉണ്ട്, ഷെൽഫ് പ്രോസ്പെക്ടസ് ഉണ്ട്. ഇനി ഇതൊന്നുമല്ലാതെ ഏതെങ്കിലും നോട്ടീസോ സർക്കുലറോ അഡ്വർടൈസ്മെൻറ്റോ ഏതെങ്കിലും ഡോക്യുമെൻറ്റ് വഴി പബ്ലിക്കിനെ ഫുള്ള് നമ്മൾ ഞങ്ങളുടെ കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വന്ന് വാങ്ങിക്കാമെന്ന് നമ്മൾ അറിയിച്ചാൽ അതെന്താകും? ഓട്ടോമാറ്റിക്കലി പ്രോസ്പെക്ടസ് ആകും, ഡീംഡ് പ്രോസ്പെക്ടസ്. ഞാൻ ഈ മേളിൽ പറഞ്ഞ കേസിൽ ഓഫർ ഫോർ സെയിൽ വരുന്ന കേസ് ഒന്ന് എടുത്ത് നോക്കിയാൽ അറിയാം. കാരണം ഇവിടെ കമ്പനി ഡയറക്റ്റ് ആയിട്ട് പബ്ലിക്കിന് വല്ലതും ഇഷ്യൂ ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം കമ്പനി ഷെയർസ് ആർക്കാ കൊടുക്കുക? ഈ പറയുന്ന ഒരു ഇൻ്റർമീഡിയറിക്ക് കൊടുക്കും. ഇൻ്റർമീഡിയറുടെ കയ്യിൽ നിന്നാണ് ഇവിടെ പബ്ലിക്കിന് ഷെയർ പോകുന്നത് അല്ലേ. സോ ഈ ഇൻ്റർമീഡിയറി ആയിരിക്കും ഒരു ഡോക്യുമെൻറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അതും എന്താകും? പ്രോസ്പെക്ടസ് ആകും, ഡീംഡ് പ്രോസ്പെക്ടസ് എന്നായിരിക്കും അതിനെ വിളിക്കുക. സോ ഇനി ഓരോ പ്രോസ്പെക്ടസ് എന്താണ് പഠിക്കുന്നതിന് മുമ്പ് ഓവറോൾ ഈ പറയുന്ന ഷെൽഫ് ആണെങ്കിലും റെഡ് ഹെറിംഗ് ആണെങ്കിലും സമ്മറി പ്രോസ്പെക്ടസ് എന്തൊക്കെയാണെങ്കിലും നമ്മൾ അതിനകത്ത് എന്തൊക്കെ മാറ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് തിങ്. ദാറ്റ് ഈസ് കണ്ടന്റ് ഓഫ് പ്രോസ്പെക്ടസ്. ദിസ് കംസ് അണ്ടർ സെക്ഷൻ 26, കണ്ടന്റ് ഓഫ് പ്രോസ്പെക്ടസ്. സോ കണ്ടന്റ് ഓഫ് പ്രോസ്പെക്ടസിനകത്ത് മെയിൻ ആയിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? അത് ഡേറ്റഡ് ആയിരിക്കണം. ഒരു ഡേറ്റ് അതിനകത്ത് മാൻഡേറ്ററി ആയിട്ട് ഉണ്ടായിരിക്കണം. അതായിരിക്കും ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ. ദെൻ അത് സൈൻഡ് ആയിരിക്കണം. ആര് സൈൻ ചെയ്യണം? ഡയറക്ടേഴ്സും സൈൻ ചെയ്യണം, പ്രപ്പോസ്ഡ് ഡയറക്ടേഴ്സും സൈൻ ചെയ്യണം. ഇനി അവർ അവൈലബിൾ അല്ലെങ്കിൽ അവരുടെ പവർ ഓഫ് അറ്റോർണി ഹോൾഡർ, അവരുടെ അറ്റോർണി സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ 26(1) പറയുന്ന ഇൻഫർമേഷൻസ് അതിനകത്ത് വേണം. 26(1) ആവശ്യപ്പെടുന്ന റിപ്പോർട്ട്സ് അതിനകത്ത് വേണം. സോ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് ദ കമ്പനി, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് അബൌട്ട് ദ കമ്പനി. ദെൻ ഈ പറയുന്ന എബോ ഇൻഫർമേഷൻസിനേക്കുള്ള റിപ്പോർട്ട്, എബോ ഇൻഫർമേഷൻസിൻ്റെ മേളിൽ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് പോലുള്ള റിപ്പോർട്ട്സ് ഇല്ലേ, ആസ് പെർ സെബി ആവശ്യപ്പെടുന്നത് പോലുള്ള റിപ്പോർട്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആ റിപ്പോർട്ട്സും ഇതെല്ലാം എവിടെ വേണം? പ്രോസ്പെക്ടസിനകത്ത് വേണം. സത്യം പറഞ്ഞാൽ പ്രോസ്പെക്ടസിനകത്ത് കമ്പനിയെക്കുറിച്ചുള്ള സകല ഇൻഫർമേഷനും വേണം, കമ്പനിയെക്കുറിച്ചുള്ള റിപ്പോർട്ട്സ് എല്ലാം വേണം. കമ്പനി എന്താണെന്ന് പബ്ലിക്കിന് ഫുള്ള് നമ്മൾ ഏത് ഡോക്യുമെൻറ്റ് വഴിയാണ് അറിയിക്കുന്നത്? പ്രോസ്പെക്ടസ് വഴിയാണ് അറിയിക്കുന്നത്. ദെൻ അതുകൂടാതെ ഏതെങ്കിലും വാല്യുവേഷനോ എന്തെങ്കിലും അസറ്റിൻ്റെ വാല്യുവേഷനോ വല്ലതും നമ്മൾ നമ്മുടെ പ്രോസ്പെക്ടസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്ത് വേണം? ഒരു എക്സ്പേർട്ട് വാല്യുവേഷൻ റിപ്പോർട്ട് തരുന്ന ഒരു എക്സ്പേർട്ട് ആയിരിക്കുമല്ലോ, ആ എക്സ്പേർട്ടിൻ്റെ റിപ്പോർട്ട് വേണം. ദെൻ ആ എക്സ്പേർട്ട് എങ്ങനെയുള്ളതായിരിക്കണം? നോട്ട് എൻഗേജ്ഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി. ദാറ്റ് മീൻസ് എന്താ? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. കമ്പനിയുടെ ഫോർമേഷനുമായിട്ടൊന്നും ഡിപ്പെൻഡ് ആയിട്ടുള്ളൊരു എക്സ്പേർട്ട് ആവാൻ പാടില്ല. ദെൻ അയാളുടെ റിട്ടേൺ കൺസെൻറ്റ് വേണം. ആ കൺസെൻറ്റ് തന്നിട്ടുണ്ട്, ആ കൺസെൻറ്റ് വിഡ്രോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്
അയാളുടെ രീതിയിൽ എബോവ് പോയിന്റ്സ് മെൻഷൻഡ് ഇൻ പ്രോസ്പെക്ടസ്. സോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെന്ന് പറഞ്ഞ് അയാളുടെ ഒരു ഡിക്ലറേഷൻ വേണം. ദെൻ ഞാൻ ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാനുള്ള അയാളുടെ റിട്ടേൺ കൺസെൻറ്റ് വേണം. ആ കൺസെൻറ്റ് വിഡ്രോ ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ പ്രോസ്പെക്ടസിനകത്ത് എക്സ്പെർട്ട് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ ആ കാര്യം വേണം. ദെൻ പ്രോസ്പെക്ടസിൻ്റെ കവർ പേജിനകത്ത് എന്ത് വേണം? കോപ്പി ROCക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഇൻഫർമേഷനും വേണം. ദെൻ അറ്റാച്ച്മെൻറ്റ്സ് ആയിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെയാണ് അറ്റാച്ച്മെൻറ്റ്സ് എന്നുള്ളത് അറ്റാച്ച്മെൻറ്റ്സിൻ്റെ ഒരു ലിസ്റ്റും കൂടെ വെക്കണം. എവിടെ? പ്രോസ്പെക്ടസിൻ്റെ കവർ പേജിൽ തന്നെ. സോ പ്രോസ്പെക്ടസ് എന്ന് കേൾക്കുമ്പോൾ ഓൾറെഡി എൻ്റെ ക്ലാസ്സിൽ ഇരിക്കാത്ത സ്റ്റുഡൻസിന് വേണ്ടി ഞാൻ പറയുകയാണ്, എന്താണ് പ്രോസ്പെക്ടസ് എന്ന് മനസ്സിൽ വരണം. സോ നിങ്ങൾ നിങ്ങളുടെ കമ്പനിയുടെ ഷെയർസ് വാങ്ങിക്കാൻ വേണ്ടി പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. സോ നിങ്ങളുടെ ഒരു പുതിയ കമ്പനിയാണ്, അതെന്താണെന്ന് പബ്ലിക് അറിയില്ല. സോ നിങ്ങളുടെ കമ്പനി എന്താണ്, എന്തിനു വേണ്ടിയാണ്, എന്താണ് ഒബ്ജക്റ്റീവ്, എത്ര വലിയ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ് ആണ് പ്ലാൻ ചെയ്യുന്നത്, ആരൊക്കെയാണ് നിങ്ങളുടെ കമ്പനി എന്ന പേരിൽ അതിൻ്റെ ബിഹൈൻഡ് ദ സ്ക്രീനിൽ വർക്ക് ചെയ്യുന്നത്, സോ കമ്പനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കമ്പനിയുടെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്, ഇതുവരെയുള്ള നിങ്ങളുടെ കമ്പനിയുടെ സ്റ്റാറ്റസ്, ലോൺസ് ഉണ്ടോ, ബിൽഡിംഗ് ഉണ്ടോ, അസറ്റ്സ് ഉണ്ടോ, കമ്പനിക്ക് എന്തൊക്കെ മെറിറ്റോറിയൽ ആയിട്ടുള്ള എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് കമ്പനി എടുത്തിട്ടുണ്ടോ എന്നുള്ള സകല ഇൻഫർമേഷൻസും നിങ്ങൾ എവിടെ കൊടുക്കണം? പ്രോസ്പെക്ടസിൽ കൊടുക്കണം. ഒരു ഗോൾഡൻ റൂൾ വിത്ത് റെസ്പെക്ട് ടു പ്രോസ്പെക്ടസ് എന്താണെന്ന് വെച്ചാൽ, എ പ്രോസ്പെക്ടസ് മസ്റ്റ് ഡിസ്ക്ലോസ് ദ ട്രൂത്ത്, ദ ഹോൾ ട്രൂത്ത്, നത്തിങ് ബട്ട് ട്രൂത്ത് അബൌട്ട് ദ കമ്പനി. കമ്പനിയെക്കുറിച്ചുള്ള ഫുൾ ഹിസ്റ്ററി, ജോഗ്രഫി, ഫാൾസി എല്ലാം ആരെ അറിയിക്കണം? പബ്ലിക്കിനെ അറിയിക്കണം. അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും പബ്ലിക് നിങ്ങളുടെ കമ്പനിയുടെ ഷെയർ വാങ്ങിക്കാൻ വരിക. സോ ഒരു പ്രോസ്പെക്ടസിൻ്റെ മാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലെ ഒരു ഡേറ്റും സിഗ്നേച്ചറും എക്സ്പേർട്ടിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് റിപ്പോർട്ട്, അതിൻ്റെ റിപ്പോർട്ട്, ഇത്രയും കുഞ്ഞു കാര്യങ്ങൾ മാത്രമല്ല, എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രോസ്പെക്ടസിൽ ഇൻക്ലൂഡ് ചെയ്യും. ഒരാൾ നിങ്ങളുടെ പ്രോസ്പെക്ടസ് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, ഈ കമ്പനി ഈസ് ഗോയിങ് ടു അച്ചീവ് സംതിങ് ഇൻ ഫ്യൂച്ചർ, ഐ വാണ്ട് ബി എ പാർട്ട്ണർ അല്ലെങ്കിൽ ഐ വാണ്ട് ബി എ ഷെയർ ഹോൾഡർ എന്ന് അയാളുടെ മനസ്സിൽ തോന്നിക്കുന്ന രീതിയിൽ നിങ്ങളുടെ കമ്പനിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എഴുതണം. എന്ന് വെച്ച് കള്ളത്തരം എഴുതാൻ പാടുണ്ടോ? പാടില്ല. മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാൻ പാടില്ല. ദെൻ നിങ്ങളുടെ കമ്പനിക്ക് എന്തെങ്കിലും ചെറിയ കുറവുകളുണ്ട്, ആർക്കാണെങ്കിലും കുറവുകൾ ഉണ്ടാകും, ഇത് ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. സോ ഒമിഷൻസും അവിടെ പാടില്ല, മിസ്ലീഡിങ് സ്റ്റേറ്റ്മെൻറ്റ്സും പാടില്ല, ഫോൾസ് ഇൻഫർമേഷൻസും ഒന്നും പാടില്ല. എന്തൊക്കെ മെയിനായിട്ട് വേണം? മെയിനായിട്ട് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ കണ്ടന്റ് ഓഫ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞ് ഈ ഒരു ചാർട്ടിൽ പഠിക്കുക. ഇതുകൂടാതെ നിങ്ങളുടെ കമ്പനിയെക്കുറിച്ചുള്ള സകല ഇൻഫർമേഷൻ, ജനറൽ, ഫിനാൻഷ്യൽ, ഹിസ്റ്ററി ഫുള്ള് നിങ്ങൾ എവിടെ കൊടുക്കണം? പ്രോസ്പെക്ടസിൽ കൊടുക്കണം. ഇതെങ്ങനെയാണ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കൊടുക്കാൻ പറ്റത്തില്ല. അതിന് നമ്മൾ അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞൊരു സമ്മറി പ്രോസ്പെക്ടസ് ഉണ്ടാക്കും. സമ്മറി പ്രോസ്പെക്ടസ് ആയിരിക്കും നമ്മൾ മെയിൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. താല്പര്യമുള്ളവർക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോസ്പെക്ടസ് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് വന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ദെൻ സെക്ഷൻ 26(1), അതായത് ഇതാണ് മാറ്റേഴ്സ്. ഇപ്പോൾ എമേളി പറഞ്ഞ ചാർട്ടിലുള്ള മാറ്റേഴ്സ് ആർക്കൊക്കെ ആപ്ലിക്കബിൾ അല്ല? എക്സിസ്റ്റിംഗ് മെമ്പേഴ്സിനോ ഡിബഞ്ചർ ഹോൾഡേഴ്സിനോ ആണ് നമ്മൾ പുതിയ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ എന്താ ഈ പ്രോസ്പെക്ടസിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഈ മാറ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ പ്രോസ്പെക്ടസിൽ? ഇല്ലല്ലേ. മെയിൻ എന്താ? അവർക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്, പിന്നെയും ഈ മാറ്റേഴ്സ് പറയേണ്ട. ദെൻ നേരത്തെ ഇഷ്യൂ ചെയ്ത സെയിം ഇഷ്യൂ ആണ് പിന്നീട് നടക്കുന്നതെന്ന് വിചാരിക്കുക. സോ നമ്മൾ ഇത്ര നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇത്ര എമൗണ്ടിന് ഇഷ്യൂ ചെയ്തു, ഇന്നതാണ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, ഇന്നതാണ് കമ്മ്യൂണിറ്റി ഇൻഫർമേഷൻസ് അല്ലേ. സെയിം സാധനം തന്നെയാണ് നമ്മൾ രണ്ടാമതും ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ വേറെ പ്രോസ്പെക്ടസ് ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടാക്കിയാലും എന്താ പഴയതുമായിട്ട് സിമിലർ ആയിരിക്കും. സോ യൂണിഫോം ആയിട്ടുള്ള ഇഷ്യൂ ആണ് വിത്ത് ടു ദ ഇഷ്യൂ വിത്ത് ഓൾ റെസ്പെക്ട് യൂണിഫോം ടു ദ പ്രീവിയസ് ഇഷ്യൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പുതിയ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഡേറ്റ് ഓഫ് പ്രോസ്പെക്ടസ് വേണമെന്ന് പറഞ്ഞു. സോ എന്താണ് ഡേറ്റ്? പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് ആണോ? അല്ല. ഡേറ്റ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസിൽ ഏത് ഡേറ്റ് ആണ് എഴുതിയേക്കുന്നത് ആ ഡേറ്റ് ആണ് ഡേറ്റ് ഓഫ് പ്രോസ്പെക്ടസ് എന്നറിയപ്പെടുക. സോ പ്രോസ്പെക്ടസ് നമ്മൾ പബ്ലിക്കിന് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യണം, ROCക്ക് നമ്മൾ ഫയൽ ചെയ്യണം. ദെൻ അത് ആര് സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം? ആരാണോ ഡയറക്ടർ, പ്രപ്പോസ്ഡ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് കമ്പനിയിൽ, അല്ലെങ്കിൽ കമ്പനി തുടങ്ങിയിട്ടില്ലെങ്കിൽ പ്രപ്പോസ്ഡ് ഡയറക്ടർ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഡയറക്ടേഴ്സ്, ഇപ്പോൾ റണ്ണിംഗ് ഡയറക്ടേഴ്സ് ആരൊക്കെയാണോ അവരെല്ലാവരും അത് സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ROCക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പബ്ലിക് ഇഷ്യൂവിന് പോകാൻ പാടുള്ളൂ. ദെൻ ROCക്ക് എങ്ങനെ സബ്മിറ്റ് ചെയ്ത് 90 ഡേയ്സ് സമയമുണ്ട് നമുക്ക് പബ്ലിക് ഇഷ്യൂവിന് പോകാൻ. സോ 90 ഡേയ്സിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗോ ഫോർ പബ്ലിക് ഇഷ്യൂ. 90 ഡേയ്സ് കഴിഞ്ഞാണ് നമ്മൾ പബ്ലിക് ഇഷ്യൂവിന് പോകുന്നതെങ്കിൽ പിന്നെ അതിന് വാലിഡിറ്റി ഉണ്ടോ? ഇല്ല. സോ 90 ദിവസമാണ് ഒരു പ്രോസ്പെക്ടസ്, രജിസ്റ്റേർഡ് പ്രോസ്പെക്ടസിൻ്റെ വാലിഡിറ്റി. ദെൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രാവേഷൻ ഉണ്ടെങ്കിൽ ഫൈൻ എത്രയാണ്? കമ്പനിക്ക് 50,000 to 3 lakh. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇഷ്യൂ ചെയ്ത ആരാണോ പേഴ്സൺ നോവിംഗ്ലി പാർട്ടി ടു ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസിന് സെയിം 50,000 to 3 lakh rupees ഫൈൻ, കൂടാതെ 3 year ഇംപ്ലിസ്മെൻറ്റ്, അല്ലെങ്കിൽ രണ്ടും കൂടെ ഒന്നിച്ച് വേണമെങ്കിലും കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി. കോംബോ ഓഫറും അവൈലബിൾ ആണ്. ദിസ് ഇസ് ഓൾ വിത്ത് പ്രോസ്പെക്ടസ്. ദെൻ പബ്ലിക് ഓഫർ ഓഫ് സെക്യൂരിറ്റീസ്. ഒരു പബ്ലിക് ഓഫറിന് പോകുമ്പോൾ മീൻസ് നമ്മൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റോ ബോണസോ റൈറ്റ് ഇഷ്യൂ അല്ല, പബ്ലിക്കിനെ ഫുൾ ഇൻവൈറ്റ് ചെയ്ത് നമ്മുടെ ഷെയർസ് കൊടുക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ സെക്യൂരിറ്റീസിനെ ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിലാക്കണം. സോ ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിലാക്കുമ്പോൾ നമ്മൾ ഏത് ആക്ട് വേണം ഫോളോ ചെയ്യാൻ? ഡിപ്പോസിറ്ററീസ്
ആക്ട് ഓഫ് 1996 ആൻഡ് അതിൻ്റെ റെഗുലേഷൻസ് വേണം ഫോളോ ചെയ്യാൻ വേണ്ടി. സോ ബാക്കി ഇതിന് ഈ പബ്ലിക് ഓഫറിന് പോകുന്നില്ലാത്ത കമ്പനിക്കാണെങ്കിലും മേ കൺവേർട്ട്, അവർക്ക് വേണമെങ്കിൽ ഡീമെറ്റലൈസ്ഡ് ഫോമിലേക്ക് ആക്കാം. സോ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഷെയർസിനെ ഡീമെറ്റലൈസ്ഡ് ഫോം എന്താണെന്നറിയോ ആദ്യം ഓൾറെഡി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്തവർക്ക് വേണ്ടി ചെറുതായിട്ട് ഞാനൊന്ന് പറയാം. ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ക്യാഷ് നമ്മുടെ കയ്യിൽ ഫിസിക്കലി ഇരിക്കുന്ന പോലാണ് ശരിക്കും നമ്മുടെ ഷെയർസ് ഫിസിക്കൽ കോപ്പി നമ്മുടെ കയ്യിലിരിക്കുക. നമ്മളിത് ബാങ്ക് അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, നമുക്ക് ആർക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം, എവിടെ നിന്ന് വേണമെങ്കിലും ഫണ്ട് റിസീവ് ചെയ്യാം. നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ടെന്ന് ചോദിച്ചാൽ ആ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ അതിന് ഫുൾ എവിഡൻസ് ആണ്. നമ്മുടെ ഫണ്ടിൻ്റെ ട്രാൻസ്ഫറും കാര്യങ്ങളും എല്ലാം നമ്മൾ പറയുന്ന അനുസരിച്ച് ചെയ്യുന്നത് ആരാണ്? ബാങ്ക്. സെയിം ആണ് ഡിമാറ്റ് ഫോമിൽ വരുന്ന ഷെയർസ് എന്ന് പറയുന്നത്. സോ ഫിസിക്കൽ ഫോമിനെ മാറ്റി നമ്മൾ എവിടെ ഇട്ടു? ഡിമാറ്റ് ഡിപ്പോസിറ്ററി എന്ന് പറയുന്ന ബാങ്കിൽ ഇട്ടു. പിന്നെ നമുക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാം, ഷെയർ ബൈ ചെയ്യാം. ഇതൊക്കെ ആരും നോക്കിക്കോളും? ഡിപ്പോസിറ്ററി നോക്കിക്കോളും. നമ്മൾ എത്ര ഷെയറിൻ്റെ കൈ നമ്മുടെ ഓണർ ആണെന്ന് നമുക്ക് അറിയണമെങ്കിൽ ഡിപ്പോസിറ്ററിയുടെ കയ്യിൽ നിന്ന് നമുക്ക് ലിസ്റ്റ് എടുത്താൽ നമുക്ക് അറിയാൻ പറ്റും. ലൈക്ക് നമ്മുടെ മണി ബാങ്കിൽ കിടക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഷെയർ കൊണ്ട് ബാങ്കിൽ ഇട്ടിരിക്കുന്നത്. ബാങ്കിൻ്റെ പേരാണ് ഡിപ്പോസിറ്ററി സിസ്റ്റം. അങ്ങനെ കീപ്പ് ചെയ്യുന്ന ഷെയറിനെ നമ്മൾ എന്ത് പറയും? ഡിമാറ്റ് ഫോമിലുള്ള ഷെയർ ആണെന്ന് പറയും. ആ അക്കൗണ്ടിനെ നമ്മൾ എന്ത് പറയും? ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയും. സോ നമുക്ക് പബ്ലിക് ഓഫറിന് പോകുമ്പോൾ ഇത് നിർബന്ധമാണ്. ഇനി പബ്ലിക് ഓഫറിന് പോകുന്നില്ലെങ്കിൽ നമുക്ക് ഡിമെറ്റലൈസ്ഡ് ഫോമിലേക്ക് നമ്മുടെ ഷെയറിനെ മാറ്റാം. നോ ഇഷ്യൂസ്. ദെൻ ഹൗവർ പബ്ലിക് ഓഫറിൻ്റെ കേസിൽ ഡിമാറ്റ് ഫോമിലാക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഫിസിക്കൽ ഫോം പറ്റത്തില്ല. സോ അത് ഇനി പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ കുറച്ച് ഷെയർസ് ഉണ്ട്. ബാക്കി ഷെയർസ് പ്രൊമോട്ടേഴ്സ് ആരാന്ന് നമ്മൾ ഓൾറെഡി പഴയ വീഡിയോസിൽ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ തൊട്ട് കൂടെയുള്ള കുറച്ച് ആൾക്കാർ. സോ ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കയ്യിൽ കുറേ ഷെയർസ് കാണും. ബാക്കിയായിരിക്കും പബ്ലിക് ഇഷ്യൂവിന് പോവുക. സോ ഇയാളുടെ കയ്യിലുള്ള ഷെയർസ് അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കയ്യിലുള്ള ഷെയർസ് ഫിസിക്കൽ ഫോമിൽ വെച്ചിട്ട് ബാക്കി പബ്ലിക് ഇഷ്യൂവിന് പോകുന്നതിനെ മാത്രം ഡിമാറ്റ് ഫോമിലേക്ക് മാറ്റിയാൽ മതിയോ? പറ്റത്തില്ല. പബ്ലിക് ഇഷ്യൂവിന് പോകുന്നുണ്ടെങ്കിൽ പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിങ്ങും ഏത് ഫോമിലേക്ക് മാറ്റണം? ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഡിമാറ്റ് ഫോം ഡിമെറ്റലൈസ്ഡ് ഫോമിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യണം. സോ ദിസ് ഇസ് ഓൾ വിത്ത് പ്രോസ്പെക്ടസ്. നമ്മൾ പിന്നെ പ്രോസ്പെക്ടസ് തുടങ്ങിയപ്പോൾ പഠിച്ചു 2 ടൈപ്പ് ഓഫ് പ്രോസ്പെക്ടസ് അല്ലേ? ആക്ച്വലി 3 ടൈപ്പ് ഞാനിപ്പോൾ പറഞ്ഞു. ഒന്ന് ഷെൽഫ് പ്രോസ്പെക്ടസ്, ഒന്ന് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്, പിന്നെ ഏതാണ് സമ്മറി പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞു. അതിന് പറയുന്ന പേരാണ് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ്. സോ വാട്ട് ഈസ് എ ഷെൽഫ് പ്രോസ്പെക്ടസ്? ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ ഈ പേര് വെച്ച് നിങ്ങൾക്ക് അതിൻ്റെ കണ്ടന്റ് ഓർത്തിരിക്കാൻ ഞാൻ പറയാം. ഒരു ഷെൽഫ് ലൈഫ് ഉണ്ട് ആ പ്രോസ്പെക്ടസിന്. ദാറ്റ് മീൻസ് ഒന്ന് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം 1 ഇയർ വരെ അതിനെന്തുണ്ട്? പീരീഡ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ 6 മന്ത്സിലേക്ക് ഇഷ്യൂ ചെയ്യാം, 3 മന്ത്സിലേക്ക് ഇഷ്യൂ ചെയ്യാം. സോ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ജാനുവരി 1-ാം തീയതി ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തെന്ന് വെച്ചോ, അതൊരു ഷെൽഫ് പ്രോസ്പെക്ടസ് ആണ്. നമ്മളത് 6 മന്ത്സ് പീരീഡ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 6 മന്ത്സിനുള്ളിൽ നമ്മൾ എന്തേലും ഇഷ്യൂ നടത്തിയാലും നമ്മൾ വേറെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണോ? വേണ്ട. ഈ ഒരു ഒറ്റ പ്രോസ്പെക്ടസ് മതി. കാരണം എന്താണ്? ഇതിന് ഷെൽഫ് ലൈഫ് ഉണ്ട്. അതാണ് ഞാൻ ഓർത്തിരിക്കാൻ എളുപ്പത്തിന് പറഞ്ഞത്. ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് വെച്ചാൽ ഒരു പീരീഡ് ഉണ്ട് അതിന് വേണ്ടി. സോ അത് ഇൻ ബിറ്റ്വീൻ നമ്മൾ എത്ര തവണ ഫർദർ ഇഷ്യൂവിന് പോയാലും നമ്മൾ വേറെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണോ? വേണ്ട. പകരം നമ്മൾ ജാനുവരിയിൽ ഒരു ഷെൽഫ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തു, നമ്മളൊരു ഇഷ്യൂ നടത്തി. ദെൻ നമ്മൾ മാർച്ച് ആയപ്പോഴത്തേക്ക് 1 ഇയർ ആണ് നമ്മുടെ ഇതിൻ്റെ പീരീഡ് എന്ന് വിചാരിക്കാം. മാർച്ച് ആയപ്പോഴത്തേക്ക് നമ്മൾ സെക്കൻഡ് ഇഷ്യൂ നടത്തി, സെക്കൻഡ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോസ്പെക്ടസ് വേണ്ട. പകരം ഇൻ ബിറ്റ്വീൻ ഇത്രയും നാൾ കൊണ്ട് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസിലേക്ക് കുറേ മാറ്റങ്ങൾ വന്ന് കാണുമല്ലോ. കമ്പനി ചിലപ്പോൾ പുതിയ കോൺടാക്റ്റിലേക്ക് എൻ്റർ ചെയ്ത് കാണുമല്ലോ. സോ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് നമ്മൾ ഇഷ്യൂ ചെയ്ത പ്രോസ്പെക്ടസിൽ നിന്നുള്ള ചേഞ്ചസ് നമ്മൾ ഇൻഫർമേഷൻ മെമ്മോറാണ്ടം എന്ന് പറയുന്നൊരു ഡോക്യുമെൻറ്റിൽ, ഇത് ഫോം PAS2 ആണ്. സോ ഈ പറയുന്ന ഫോമാറ്റിലുള്ള ഇൻഫർമേഷൻ മെമ്മോറാണ്ടം എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് വേണം നമ്മൾ ഫയൽ ചെയ്യാൻ വേണ്ടി. എപ്പം? സെക്കൻഡ് ഇഷ്യൂ നടത്തുന്ന സമയത്ത്. രണ്ടാമത് പ്രോസ്പെക്ടസ് വേണ്ട, പകരം എന്ത് വേണം? ഇൻഫർമേഷൻ മെമ്മോറാണ്ടം വേണം. സോ മാക്സിമം പീരീഡ് എത്രയാണ്? 1 ഇയർ വരെയാണ്. സെക്കൻഡ് സബ്സിക്വൻറ്റ് ഓഫറിന് നോ ഫർദർ പ്രോസ്പെക്ടസിൻ്റെ ആവശ്യമില്ല. ദെൻ എപ്പോഴാണ് ഇത് ഫയൽ ചെയ്യേണ്ടത്? ഷെൽഫ് പ്രോസ്പെക്ടസ് നീഡ്സ് ടു ബി ഫയൽഡ് വിത്ത് രജിസ്റ്റർ അറ്റ് ദ ടൈം ഓഫ് ഫസ്റ്റ് ഓഫർ. ആദ്യം എപ്പോഴാണോ നമ്മൾ ഓഫർ കൊടുക്കുന്നത് ആ സമയത്ത് നമ്മൾ രജിസ്ട്രാർക്ക് ഷെൽഫ് പ്രോസ്പെക്ടസ് ഫയൽ ചെയ്താൽ മതി. സോ പിന്നീട് ഇഷ്യൂ നടത്തുമ്പോൾ ഇൻഫർമേഷൻ മെമ്മോറാണ്ടം ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. സോ ഇൻ ബിറ്റ്വീൻ നമ്മൾ എടുക്കുന്ന കാര്യമാണ്. ഇൻ ബിറ്റ്വീൻ നമ്മൾ സെക്കൻഡ് ഓഫർ വരുമ്പോഴത്തേക്ക് ആ ഫസ്റ്റ് ഓഫറും സെക്കൻഡ് ഓഫറും തമ്മിലുള്ള ഇടയ്ക്കുള്ള ചേഞ്ചസ്, മെറ്റീരിയൽ ഫാക്ട്സിനെ നമ്മൾ പബ്ലിക്കിനെ അറിയിക്കുന്ന ഒരു മീഡിയമാണ് ഇൻഫർമേഷൻ മെമ്മോറാണ്ടം എന്ന് പറയുന്ന ഡോക്യുമെൻറ്റ്. ദെൻ ഇനി ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ മെമ്മോറാണ്ടം വരുന്ന കേസ് അല്ലെങ്കിൽ ഷെൽഫ് പ്രോസ്പെക്ടസിൻ്റെ കേസിൽ ഒരു സ്പെഷ്യൽ കേസ് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ജാനുവരി 1-ാം തീയതി നമ്മളൊരു ഷെൽഫ് പ്രോസ്പെക്ടസ് കണ്ടു എന്ന് വിചാരിക്കുക. സോ ഈ ഷെൽഫ് പ്രോസ്പെക്ടസ് ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാകും? ഈ പറയുന്ന 1 ഇയറിനുള്ളിൽ ഒബ്വിയസ്ലി വേറെ ഇഷ്യൂസ് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന്. സോ ഈ ഇഷ്യൂവിന് ഇപ്പം ഞാൻ 5 lakh rupees ഇറക്കുകയാണ്. എനിക്ക് വേണമെങ്കിൽ എന്ത് പറയാം? ഈ ഇഷ്യൂവിന് വേണ്ടി 2 lakh
ഇപ്പോൾ നടന്നിരിക്കുന്ന ഇഷ്യൂവിന് 2 lakh rupees ഷെയർസ് എനിക്ക് വേണം. അതുകൂടാതെ 3 lakh rupees ഞാൻ തന്നിരിക്കുന്നത്. ഇനി വരാൻ പോകുമല്ലോ 1 yearനുള്ളിൽ വേറെ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് അവർ ഷെൽഫ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തത്. ഇതിനു വേണ്ടി ഇതൊരു അഡ്വാൻസ് പേയ്മെൻ്റ് ആയിട്ട് ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അഡ്വാൻസ് കൊടുത്തു. സോ ഷെൽഫ് പ്രോസ്പെക്ടസ് ആണെങ്കിൽ എന്താണ്, അഡ്വാൻസ് പേയ്മെൻറ്റിനോടൊരു ചാൻസ് ഉണ്ട്. ഇനി അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ പറയുന്ന ടേംസിന് എന്തെങ്കിലും മാറ്റം വന്നു, ഷെൽഫ് പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റ് അല്ല വേറെ ഏതെങ്കിലും ഒബ്ജക്റ്റ്, ഇൻഫർമേഷൻ മെമ്മോറാണ്ടം വന്നപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ചില ചേഞ്ചസ് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ടേംസ് ചേഞ്ച്ഡ് ആണ് എന്ന് തോന്നിയാൽ പുള്ളിക്ക് താല്പര്യമില്ല എങ്കിൽ ഈ അഡ്വാൻസ് വേണമെങ്കിൽ അയാൾക്ക് ആവശ്യപ്പെടാം, വിഡ്രോ ചെയ്യാം. അങ്ങനെ അയാൾ വിഡ്രോ ചെയ്യണം എന്നാവശ്യപ്പെട്ടാൽ 15 daysനുള്ളിൽ നമ്മൾ ആ ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്ത് കൊടുക്കണം. ഏത് എമൗണ്ടാണ്? ഈ 3 lakh എന്ന് പറയുന്ന അഡ്വാൻസ് എമൗണ്ട്. ഇത് ഷെൽഫ് പ്രോസ്പെക്ടസിൻ്റെ കേസിൽ മാത്രം വരുന്നതാണ്. ഇതിനകത്ത് മെയിനായിട്ട് ഓർത്തിരിക്കാനുള്ളത് ഈ റീഫണ്ടിൻ്റെ ടൈം പീരീഡാണ്. എത്ര നാളിനുള്ളിൽ തിരിച്ചു കൊടുക്കണം? 15 daysനുള്ളിൽ നമ്മൾ തിരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ദെൻ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്, സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രോസ്പെക്ടസ്. സോ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം വൈറ്റൽ ഇൻഫർമേഷൻസ് ആർ മിസ്സിംഗ്. സോ റെഡ് ഹെറിംഗ് എന്ന് കേൾക്കുമ്പോഴേ ഓർത്തോണം വൈറ്റൽ ഇൻഫർമേഷൻസ് ആർ മിസ്സിംഗ്. എന്തൊക്കെ വൈറ്റൽ ഇൻഫർമേഷൻസ് ആണ് മിസ്സിംഗ്? ഒന്ന്, ക്വാണ്ടിറ്റി പ്ലസ് റേറ്റ്. ദാറ്റ് മീൻസ് എല്ലാ കമ്പനിയുടെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു, എത്ര ഷെയർ എത്ര രൂപ എന്നുള്ള കാര്യങ്ങൾ മാത്രം ഇവിടെ പറയുന്നില്ല, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ പറയുന്നില്ല. കാരണം ഇത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്, ഒരു ഷെയറിൻ്റെ വാല്യൂ ഇത്രയാണ് എന്ന് പറഞ്ഞ റേറ്റ്, ക്വാണ്ടിറ്റി, ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നില്ല, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ പറയുന്നില്ല. സോ ഇത് രണ്ടും പറയാതെ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റാണോ എന്ന് തോന്നുന്നു അല്ലേ? നാച്ചുറലായിട്ട് തോന്നുന്ന സംശയമാണ്. ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയും. മീൻസ് നമ്മളൊരു പ്രൈസ് എത്ര ഷെയർസ് നമ്മൾ പറയുന്നില്ല, പകരം നമ്മൾ 95നും 100നും ഇടയ്ക്കായിരിക്കും ഷെയറിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞൊരു റേറ്റ് ഫിക്സ് ചെയ്യും. ഇങ്ങനെ ഒരു എന്താ പറയുക, അതിന് പറയുന്നത് ഒരു പ്രൈസ് ബാൻഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിനകത്ത്. ദെൻ എത്ര ഡിമാൻഡ് ഉണ്ട്, 95 ആണെങ്കിൽ എത്ര ഡിമാൻഡ് ഉണ്ട്, 96 ആണെങ്കിൽ എത്ര ഡിമാൻഡ് ഉണ്ട്, 97 ആണെങ്കിൽ എത്ര ഡിമാൻഡ് ഉണ്ട് എന്നൊക്കെ നോക്കി ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്ന രീതിയിൽ 98 ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സാണ്. റെഗുലർ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എനിവേ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഡിമാൻഡിനനുസരിച്ച് ഒരു പ്രൈസ് ഫിക്സ് ചെയ്യും. സെറ്റ് 98 എന്നൊരു പ്രൈസ് ഫിക്സ് ചെയ്താൽ ഈ 98 എത്ര പേര് കോട്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കും. അത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഫണ്ട് റേസ് ആവുന്നുണ്ടെങ്കിൽ ഈ 98 ഫിക്സ് ചെയ്യും. എന്നിട്ട് നമ്മൾ വേറൊരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യും. അതിനകത്ത് എന്ത് കാണും? ഈ ക്വാണ്ടിറ്റി എത്ര റേറ്റിനാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്, ഓപ്പണിംഗ് ക്ലോസിംഗ്, ഈ ഡീറ്റെയിൽസ് എല്ലാം ആയിട്ട് വരും. സോ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്തിനു വേണ്ടിയാണ്? ബുക്ക് ബിൽഡിംഗ് പ്രോസസ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. വൈറ്റൽ ഇൻഫർമേഷൻസ് മിസ്സിംഗ് ആണ്. ദെൻ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്താണ്? പ്രയർ ടു ഇഷ്യൂ ഓഫ് എ പ്രോസ്പെക്ടസ്, മെയിൻ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പാണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുക. സോ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എപ്പോഴാണ് ഫയൽ ചെയ്യേണ്ടത്? രജിസ്ട്രാർക്ക് ഫയൽ വിത്ത് രജിസ്റ്റർ അറ്റ്ലീസ്റ്റ് 3 days പ്രയർ ടു ദ ഓപ്പണിംഗ് ഓഫ് സബ്സ്ക്രിപ്ഷൻ. സോ ഈ ഡിമാൻഡ് വിളിക്കാൻ തുടങ്ങുമല്ലോ, അതിന് 3 ദിവസം മുമ്പെങ്കിലും നമ്മളിത് രജിസ്ട്രാർക്ക് ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ഈ പറയുന്ന റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസും മെയിൻ പ്രോസ്പെക്ടസും തമ്മിൽ കുറച്ച് എക്സ്ട്രാ ഇൻഫർമേഷൻസ് ഇൻ ബിറ്റ്വീൻ ഈ പീരീഡിലുള്ള എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനെയുള്ള ചേഞ്ചസ് വല്ലതും ഉണ്ടെങ്കിൽ ആ ചേഞ്ചസ് എല്ലാം ഹൈലൈറ്റ് ചെയ്ത് എവിടെ കാണിക്കണം? ഈ പറയുന്ന മെയിൻ പ്രോസ്പെക്ടസിൽ കാണിച്ചിട്ടുണ്ടാവണം. ദെൻ ഫയലിംഗ് ഓഫ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ആർക്കൊക്കെ വേണ്ടി ഇപ്പം നമ്മൾ ഡിമാൻഡ് വിളിക്കാൻ തുടങ്ങുമല്ലോ. ഇപ്പം 95നും 100നും ഇടയ്ക്ക് ഒരു ഡേറ്റ് ആണെങ്കിൽ പല ആൾക്കാർ ഡിമാൻഡ് വെക്കുന്ന ഒരു 5 ദിവസം വല്ലതും നമുക്കിത് ഓപ്പൺ ആയിരിക്കും. 5 ദിവസം കൊണ്ടായിരിക്കും നമ്മൾ ഏത് റേറ്റ് വേണം എന്നൊക്കെ ഫിക്സ് ചെയ്യുക. സോ ഇതിന് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ്, അഞ്ചാമത്തെ അവസാനത്തെ ദിവസം എന്ത് പറയും? ക്ലോസിംഗ് ഓഫ് ആൻ ഓഫർ എന്ന് പറയും അല്ലേ? സോ ക്ലോസിംഗ് ഓഫറിൽ നമുക്കറിയാം എത്രയാണ് നമ്മൾ ഫിക്സ് ചെയ്തത്, നമുക്ക് ഫുള്ള് ക്യാപിറ്റൽ എത്ര റേസ് ആകും, ഡെപ്റ്റ് എത്ര വേണം, ഷെയർ ക്യാപിറ്റൽ വേണം, ക്ലോസിംഗ് പ്രൈസ് 98 നമ്മൾ പറഞ്ഞ പോലെ ഏത് പ്രൈസാണ് ഫിക്സ് ചെയ്തത്, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൂടെ നമ്മൾ ആർക്ക് ഫയൽ ചെയ്യണം? സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യക്ക് ഫയൽ ചെയ്യണം. ക്ലോസിംഗ് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ പറയുക. ദിസ് ഈസ് അബൌട്ട് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. സോ ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറയുമ്പോൾ ഷെൽഫ് ലൈഫ് ഉണ്ട്. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറയുമ്പോൾ വൈറ്റൽ ഇൻഫർമേഷൻ മിസ്സിംഗ് ആണെന്ന് ഓർത്തണം. അബ്രിഡ്ജ് പ്രോസ്പെക്ടസ് പിക്ചേഴ്സ് ഒന്നും പറയാനില്ല. മെയിൻ പ്രോസ്പെക്ടസിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ്, മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമ്മറൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസ്പെക്ടസിനെയാണ് നമ്മൾ അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്ന് പറയുക. പേര് കട്ടിയാണെങ്കിലും കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് സമ്മറി പ്രോസ്പെക്ടസ്. ദെൻ ഡോക്യുമെന്റ്സ് കണ്ടെയ്നിങ് ഓഫർ ഫോർ സെയിൽ ഡീംഡ് പ്രോസ്പെക്ടസ്. ഞാൻ പറഞ്ഞു ചില കേസസിൽ കമ്പനി ഡയറക്റ്റ് ആയിട്ട് പബ്ലിക്കിന് കൊടുത്താൽ അതിനെ നമ്മൾ ഓഫർ എന്ന് വിളിക്കും. സോ കമ്പനി ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാതെ കമ്പനിന് പകരം ഒരു ഇഷ്യൂ ഹൗസ് എന്താണ്? ഇഷ്യൂ ഹൗസ്, ഇൻ ബിറ്റ്വീൻ ഇടയ്ക്ക് വരുന്ന ആൾക്കാരാണ് ഇഷ്യൂ ഹൗസിനെ ഏൽപ്പിക്കും. ദെൻ ഇഷ്യൂ ഹൗസ് ആയിരിക്കും ഈ ഷെയർ പബ്ലിക്കിന് കൊടുക്കുക. സോ കമ്പനി ഈസ് ഓഫറിങ് ഫോർ സെയിൽ. കമ്പനി എന്തിനു വേണ്ടിയാണ് ഇഷ്യൂ ഹൗസിന് ഈ ഷെയർ ഓഫർ ചെയ്തേക്കുന്നത്? സെയിലിന് വേണ്ടിയാണ്. അതാണ് ഓഫർ ഫോർ സെയിൽ എന്ന് പറയുക. സോ ഡയറക്റ്റ്ലി കമ്പനിയുടെ ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? കാരണം പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ കമ്പനി? ഇല്ല. പക്ഷേ ഇഷ്യൂ ഹൗസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തത് കൊണ്ട് ഇഷ്യൂ ഹൗസ് ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യും? ഡോക്യുമെന്റ് വിൽ ബി ഡീംഡ്
ഡീംഡ് ആസ് പ്രോസ്പെക്ടസ്. ഡീംഡ് എന്ന് വെച്ചാൽ എന്താ, ആക്ച്വലി അല്ല, പക്ഷെ അതങ്ങനെയാണെന്ന് ലോ കൺസിഡർ ചെയ്യുന്നു. അപ്പം ഇഷ്യൂ ഹൗസ് ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റ് എന്തായി മാറും, ഡീംഡ് പ്രോസ്പെക്ടസ് ആയിട്ട് മാറും. ഡീംഡ് പ്രോസ്പെക്ടസ് ആയാലുള്ള പ്രശ്നം എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ഒരു ചാർട്ട് വരച്ച എന്തൊക്കെ മാറ്റേഴ്സ് വേണം, എക്സ്പേർട്ട് ഒപ്പീനിയൻ വേണം, കൺസെന്റ് വേണം, ദെൻ കുറേ പെനാൽറ്റീസിന്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ പറിച്ചു, എന്തെങ്കിലും അതിന് വയലേഷൻ ഉണ്ട് എങ്കിലുള്ള കാര്യത്തിൽ, ദെൻ ഇത് ഫയലിംഗ് റിക്വയർമെന്റ്സ് ഉണ്ട്, പ്രോസ്പെക്ടസ് അങ്ങനെ ഫയൽ ചെയ്യണം, ROCക്ക് ഫയൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം അല്ലേ. സോ ഇതെല്ലാം എവിടെയും ആപ്ലിക്കബിൾ ആകും, ഡീംഡ് പ്രോസ്പെക്ടസിനും ആവശ്യമാകും. ദെൻ documents which are deemed to be prospectus എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ലയബിലിറ്റി ഇൻ റെസ്പെക്ട് ഓഫ്, സോ ഈ പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് എങ്കിൽ, അതായത് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ, എന്തെങ്കിലും പറയേണ്ട കാര്യം പറഞ്ഞിട്ടില്ല എങ്കിൽ, ഒമിഷൻസ് ഉണ്ട് എങ്കിൽ, ഇതിനെല്ലാം സെപ്പറേറ്റ് ലയബിലിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. സോ ഈ പറയുന്ന ഇഷ്യൂ ഹൗസ് ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻ്റ് ഇല്ലേ, അത് കമ്പനിയുടെ ഡീംഡ് പ്രോസ്പെക്ടസ് ആണ്. സോ കമ്പനി ഇഷ്യൂ ചെയ്തതുപോലെ തന്നെയാണ്. സോ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ഇഷ്യൂ ഹൗസ് ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോലും ആരായിരിക്കും ഹെൽഡ് ലയബിൾ, കമ്പനിക്ക് ലയബിലിറ്റി വരും. സോ ലയബിലിറ്റി എന്തൊക്കെയാണ് നമ്മൾ വഴിയെ പഠിക്കുന്നുണ്ട്. എനിവേ ഡീംഡ് പ്രോസ്പെക്ടസ് ആണെങ്കിൽ മാർക്ക് ലയബിലിറ്റി വരും, കമ്പനിക്ക് ലയബിലിറ്റി വരും. ഏത് കേസിലാണ് ഡീംഡ് പ്രോസ്പെക്ടസ് വരിക, ഓഫർ ഫോർ സെയിൽ വരുന്ന കാര്യത്തിലാണ്. സോ സെയിലിന് വേണ്ടി കമ്പനി ഓഫർ കൊടുക്കുന്നു ഒരു ഇന്റർമീഡിയറിക്ക്, അതാണ് സംഭവിച്ചിട്ടുള്ളത്. സോ സെക്യൂരിറ്റീസ് ഓഫേർഡ് ഫോർ സെയിൽ ടു പബ്ലിക്. എപ്പോഴാണ് ഈ ഓഫർ ഫോർ സെയിൽ, നമ്മൾ ഒരാൾക്ക് കൊടുത്തത് അയാൾ പബ്ലിക്കിന് കൊടുക്കാതിരിക്കുക ഉള്ള കാര്യം എപ്പോൾ വേണമെങ്കിലും ആകാം അല്ലേ. പക്ഷേ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ അതിന് ഡീംഡ് പ്രോസ്പെക്ടസ് ഓഫർ ഫോർ സെയിലായിട്ട് കൺസിഡർ ചെയ്തോളൂ. ഏതാണ് രണ്ട് കണ്ടീഷൻസ്, ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ, ഇത് ഓർ കണ്ടീഷനാണ് കേട്ടോ. ഒന്ന്, വിത്തിൻ 6 months ആഫ്റ്റർ ദ അലോട്ട്മെന്റ്. സോ ഈ പറയുന്ന കമ്പനി ഇഷ്യൂ ഹൗസിന് കൊടുത്തില്ലേ, ഇഷ്യൂ ഹൗസ് ഈ അലോട്ട്മെന്റ് 6 monthsനുള്ളിൽ തന്നെ പബ്ലിക്കിന് കൊടുത്താൽ മാത്രമേ ഇതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ, ഓഫർ ഫോർ സെയിലായിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. ഓർ ഇതല്ല എങ്കിൽ കമ്പനി ഇഷ്യൂ ഹൗസിന് ഷെയർസ് കൊടുക്കുമല്ലോ, ദെൻ ഇഷ്യൂ ഹൗസിന് പബ്ലിക്കിന് കൊടുക്കുന്ന ഈ ടൈമിൽ ഫുൾ പേയ്മെന്റ് ഇങ്ങോട്ട് പോയിട്ടില്ല എന്ന് വിചാരിക്കുക. സോ കമ്പനി മൊത്തം 100 crore ഷെയർ ഇഷ്യൂ ഹൗസിന് കൊടുത്തു, ഇഷ്യൂ ക്ലോർ ഇത് ഇഷ്യൂ ചെയ്ത് ജാനുവരിയിൽ കൊടുത്തു, ഇഷ്യൂ ഹൗസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നത് ഒരു നവംബറിലാണെന്ന് വിചാരിക്കുക. പക്ഷേ ഈ നവംബർ എന്ന് പറയുന്ന ഡേറ്റിൽ ഇഷ്യൂ ഹൗസ് മൊത്തം 10 crore rupees കമ്പനിക്ക് കൊടുത്തിട്ടുള്ളൂ. ബാക്കി 90 crore എപ്പോൾ കൊടുക്കാനായി ഇരിക്കുക, പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തു കഴിഞ്ഞിട്ട് ബാക്കി 90 crore കൊടുക്കത്തുള്ളൂ. അതായിരിക്കും ഉദ്ദേശമല്ലേ, അതുകൊണ്ടല്ലേ ഇവിടെ ഒരു ലെസർ പേയ്മെന്റ് പോയിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിലും അതെന്താണ്, ഫുൾ പേയ്മെന്റ് ഈ സമയത്ത് അങ്ങോട്ട് പോയിട്ടില്ലെങ്കിലും അതിന് എന്തായിട്ട് കൺസിഡർ ചെയ്യും, ഓഫർ ഫോർ സെയിലായിട്ട് കൺസിഡർ ചെയ്യും. സോ ഈ രണ്ട് കണ്ടീഷനിൽ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താലേ ഓഫർ ഫോർ സെയിൽ ആവത്തുള്ളൂ, ഓഫർ ഫോർ സെയിൽ ആയാലേ ഡീംഡ് പ്രോസ്പെക്ടസ് ആവത്തുള്ളൂ, ഡീംഡ് പ്രോസ്പെക്ടസ് ആയാലേ മേളിൽ പറഞ്ഞിരിക്കുന്ന മിസ്റ്റേറ്റ്മെന്റ്സിനും ഒമിഷൻസിനുമുള്ള ലയബിലിറ്റീസ് പ്രോസ്പെക്ടസിന് എന്ന പോലെ തന്നെ ഇവിടെയും ആപ്ലിക്കബിൾ ആവത്തുള്ളൂ. ദെൻ ഈ 26ന്റെ നെറ്റ് എഫക്ട്സ് എന്താണെന്ന് പറഞ്ഞാൽ, നോർമൽ പ്രോസ്പെക്ടസിൽ പറയുന്നത് കൂടാതെ ഓഫർ ഫോർ സെയിൽ വഴി വരുന്ന ഡീംഡ് പ്രോസ്പെക്ടസ് ആണെങ്കിൽ ഇൻ അഡീഷൻ 2-3 കാര്യങ്ങളും കൂടെ അഡീഷൻ വേണം. എന്താണ്, നെറ്റ് എമൗണ്ട് ഓഫ് കൺസിഡറേഷൻ റിസീവ്ഡ്, ഇഷ്യൂ ഹൗസിന്റെ കയ്യിൽ നിന്ന് എത്ര നെറ്റ് എമൗണ്ട് ഓഫ് കൺസിഡറേഷൻ ഇഷ്യൂ ഹൗസിന്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്തിട്ടുണ്ട്, ദെൻ ഇവർ തമ്മിലുള്ള കോൺട്രാക്റ്റിന്റെ ടൈമും പ്ലേസും, ഇഷ്യൂ ഹൗസും കമ്പനി തമ്മിലുള്ള കോൺട്രാക്റ്റിന്റെ ടൈമും പ്ലേസും, ദെൻ പേഴ്സൺ മേക്കിംഗ് ഓഫർ വെയർ പേഴ്സൺ നെയിംഡ് ഇൻ പ്രോസ്പെക്ടസ് ആസ് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി. സോ ഈ ഇഷ്യൂ ഹൗസിൽ നിന്ന് ഓഫർ നടത്തുന്നവരെ ആരായിട്ട് കൺസിഡർ ചെയ്യും, ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും, അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് തന്നെയായിരിക്കും ഇഷ്യൂ ഹൗസിന് വേണ്ടി ഇവിടെ ഓഫർ നടത്തുക എന്നുള്ളത്. സോ ഈ ഡീറ്റെയിൽസ് എല്ലാം എവിടെ കാണും, ഈ പറയുന്ന ഡീംഡ് പ്രോസ്പെക്ടസിലും കാണും. ദെൻ പേഴ്സൺ മേക്കിംഗ് ആൻ ഓഫർ ഈസ് എ കമ്പനി ഓർ ഫോം. ഫോർ എക്സാമ്പിൾ, ഈ കമ്പനി ഇഷ്യൂ ഹൗസിന് കൊടുക്കുന്നു പറഞ്ഞല്ലേ. സോ ഇഷ്യൂ ഹൗസ് ഒന്നെങ്കിൽ ഒരു കമ്പനി തന്നെയാകാം അല്ലെങ്കിൽ ഒരു ഫേം ആകാം. ദെൻ അങ്ങനെ കമ്പനി ആണ് എങ്കിൽ ഈ പറയുന്ന പ്രോസ്പെക്ടസിലെ നമ്മുടെ ഡീംഡ് പ്രോസ്പെക്ടസ് ഇത് ആര് സൈൻ ചെയ്യണം, നേരത്തെ നമ്മൾ പറഞ്ഞു ഡയറക്ടർ സൈൻ ചെയ്യണം. സോ ഡീംഡ് പ്രോസ്പെക്ടസ് ആണെങ്കിൽ കമ്പനിയുടെ കേസിൽ ആര് സൈൻ ചെയ്യണം, 2 ഡയറക്ടേഴ്സ് സൈൻ ചെയ്യണം. ഫേം ആണെങ്കിൽ മോർ ദാൻ ഹാഫ് ഓഫ് പാർട്ട്നേഴ്സ് സൈൻ ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് നിർബന്ധമാണ്, ഇല്ലെങ്കിൽ എന്താ വയലേഷൻ ആകും, പ്രോസ്പെക്ടസിൽ പറയുന്ന ലയബിലിറ്റീസ് ഒക്കെ ആപ്ലിക്കബിൾ ആകും. ദെൻ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഓഫർ ഫോർ സെയിലാണ് പറയുന്നത്, നമ്മളിവിടെ പറഞ്ഞ പോലെ കമ്പനി ഇഷ്യൂ ഹൗസിന് കൊടുക്കുകയല്ല, കമ്പനിയുടെ കുറച്ച് മെമ്പേഴ്സിന് കൊടുക്കും, ഓൾറെഡി ഉള്ള മെമ്പേഴ്സ്, പ്രോബബ്ലി ആരായിരിക്കും, പ്രൊമോട്ടേഴ്സിൻ്റെ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരായിരിക്കും. ദെൻ ഇവർ പിന്നീട് ആർക്ക് കൊടുക്കും, പബ്ലിക്കിന് ഷെയർ കൊടുക്കും. സോ ഇവിടെ ഉദ്ദേശം എന്താ, കമ്പനി പബ്ലിക് ഓഫറിന് പോകുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ കമ്പനി മെമ്പേഴ്സിന് കൊടുക്കും, ചെറിയ കുറച്ച് എമൗണ്ട് ഓഫ് മെമ്പേഴ്സിന് കൊടുക്കും, അവരത് പിന്നീട് പബ്ലിക്കിന് സെയിൽ നടത്തും. ഇതും എന്താണ്, ഓഫർ ഫോർ സെയിലാണ്. ഇതിന് ഈ ഒരു കാര്യം പബ്ലിക്കിനെ ഇൻഫോം ചെയ്യുന്ന ഡോക്യുമെന്റും എന്താണ്, ഡീംഡ് പ്രോസ്പെക്ടസ് തന്നെയാണ്. അത് പറയുന്നത് സെക്ഷൻ 28 ആണ്. ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ ഡീംഡ് പ്രോസ്പെക്ടസ് സെക്ഷൻ 25 ആണ്. സോ
എന്താ പറയുന്നത്, സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ബൈ സെക്ഷൻ 28 ഓഫർ ഫോർ സെയിൽ എന്താ പറയുന്നത്, സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ബൈ സർട്ടൺ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി ദെൻ വെയർ സർട്ടൺ മെമ്പേഴ്സ് ഓഫർ ഓൾ ഓർ പാർട്ട് ഓഫ് ദെയർ ഹോൾഡിംഗ് ടു എ പബ്ലിക്. സോ ഏതെങ്കിലും കുറച്ച് മെമ്പേഴ്സ് അവരുടെ മൊത്തമോ കുറച്ച് പാർട്ടോ പബ്ലിക്കിന് ഓഫർ ചെയ്യുന്നതാണ് സെക്ഷൻ 28 ഡീൽ ചെയ്യുന്നത്. അങ്ങനെ പബ്ലിക്കിന് ഓഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡോക്യുമെന്റ് എന്താകും, ഡീംഡ് ടു ബി പ്രോസ്പെക്ടസ് ആകും. ദെൻ മെമ്പേഴ്സ് ആർ കളക്റ്റീവ്ലി ഓതറൈസ്ഡ് ദ കമ്പനി ടു ഡു. സോ ഈ ഒരു കേസിൽ എന്തായിരിക്കും സംഭവിക്കുക, മെമ്പേഴ്സ് കമ്പനി മെമ്പേഴ്സിന് ഇഷ്യൂ ചെയ്യും, മെമ്പേഴ്സ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യും. സോ ഈ ഇഷ്യൂവിന് മെമ്പേഴ്സ് ആരെയായിരിക്കും ഓതറൈസ് ചെയ്യുക, കമ്പനിനെ തന്നെയായിരിക്കും ഓതറൈസ് ചെയ്യുക. കമ്പനി ആയിരിക്കും മെമ്പേഴ്സിന് വേണ്ടി ഈ ഇഷ്യൂ നടത്തി കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ കമ്പനിക്ക് വരുന്ന എക്സ്പെൻസസ് എല്ലാം ആര് മീറ്റ് ചെയ്യണം, ഷാൽ ബി റീഇംബേഴ്സ്ഡ് ബൈ ദ കമ്പനി ഓൾ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ഇൻ ദിസ് മാനർ. ഷാൽ റീഇംബേഴ്സ് ദ കമ്പനി ഓൾ എക്സ്പെൻസസ്. സോ മെമ്പേഴ്സ് കമ്പനിക്ക് ഇതിനു വേണ്ടി എന്തൊക്കെ ചിലവ് വരുന്നു, അവരുടെ ഷെയർ പബ്ലിക്കിന് വിറ്റ് കൊടുക്കാൻ വേണ്ടി ഇവര് കമ്പനിനെ ഓതറൈസ് ചെയ്യും. ദെൻ കമ്പനി ഇതിനു വേണ്ടി എന്തൊക്കെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നു അതെല്ലാം ആര് കൊടുക്കണം, മെമ്പേഴ്സ് കൊടുക്കണം. അതാണ് ഓഫർ ഫോർ സെയിൽ ബൈ സർട്ടൺ മെമ്പേഴ്സ് എന്ന് പറയുന്നത് സെക്ഷൻ 28. ദെൻ വേരിയേഷൻസ് ഇൻ ടേംസ് ഓഫ് കോൺട്രാക്ട് സെക്ഷൻ 27 ഡീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തു. ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തത് നമ്മുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ്സിന് വേണ്ടിയാണ്, റിഗാർഡിംഗ് ടെക്സ്റ്റൈൽസ് കോട്ടൺ എന്തെങ്കിലുമൊക്കെ വേണ്ടി. ദെൻ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തു, നമ്മൾ 1000 crores ഫണ്ട് റേസ് ചെയ്തു. ഇതിനകത്ത് നമ്മൾ ഈ പറയുന്ന ബിസിനസ്സിന് വേണ്ടി 900 crore ഫണ്ടും യൂട്ടിലൈസ് ചെയ്തു. ബാക്കി 100 crores നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. സോ ഈ 100 crores നമ്മൾ വേറെ ഏതെങ്കിലും ബിസിനസ്സിന് അതർ ഒബ്ജക്റ്റീവിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്താൽ അത് എന്താണ്, വേരിയേഷൻസ് ഇൻ ടേംസ് ഓഫ് കോൺട്രാക്ട് ആകും അല്ലേ. ഇന്നതിന് വേണ്ടി എന്ന് പറഞ്ഞാണ് നമ്മൾ ഷെയർ ഹോൾഡറിന്റെ കയ്യിൽ നിന്ന് മെമ്പറിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങിച്ചിരിക്കുന്നത്. അതിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ അത് വേരിയേഷൻസ് ഇൻ ഒബ്ജക്റ്റ് ആണ്. പ്രോസ്പെക്ടസിൽ പറഞ്ഞ ഒബ്ജക്റ്റിന് വേണ്ടി ഫണ്ട് യൂട്ടിലൈസ് ചെയ്തില്ല, അത് വയലേഷൻ ആണ്. സോ അങ്ങനെ നമുക്ക് വേറൊരു പർപ്പസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യണം എങ്കിൽ നമ്മൾ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, സ്പെഷ്യൽ റെസൊല്യൂഷൻ, ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്പെഷ്യൽ റെസൊല്യൂഷനും പാസ്സാക്കണം. മാത്രമല്ല ഈ കാര്യം മെമ്പേഴ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി 2 ന്യൂസ് പേപ്പറിൽ നമ്മൾ ഈ കാര്യം ന്യൂസിൽ അറിയിക്കുകയും വേണം, പബ്ലിഷ് ചെയ്യുകയും വേണം. ഇംഗ്ലീഷിലുള്ളതും വെർണാക്കുലർ ലാംഗ്വേജ്, എവിടെയാണോ കമ്പനിയുടെ ഹെഡ് ഓഫീസ് അഥവാ രജിസ്റ്റേർഡ് ഓഫീസ് ഇരിക്കുന്നത് ആ ഓഫീസ് ഇരിക്കുന്നിടത്ത് വെർണാക്കുലർ ലാംഗ്വേജിൽ നമ്മൾ ഈ കാര്യം ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ എക്സ്ട്രാ ഒരു പോയിന്റ് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതർ ലിസ്റ്റഡ് കമ്പനീസിൻ്റെ ഷെയർസ് വാങ്ങിക്കാൻ, ഇക്വിറ്റി ഷെയർസ് വാങ്ങിക്കാൻ ഒരു കാരണവശാലും ഈ 100 crores നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. സോ സ്ട്രിക്ട്ലി എന്തിനത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല, വേറൊരു ലിസ്റ്റഡ് കമ്പനിയുടെ ഇക്വിറ്റി ഷെയർസ് വാങ്ങിക്കാൻ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. വേറെ ഏതെങ്കിലും യൂട്ടിലൈസ് ചെയ്യാം അതർ ദാൻ ദ മെയിൻ ഒബ്ജക്റ്റീവ് സബ്ജക്ട് ടു 2 കണ്ടീഷൻ. എന്താണ്, സ്പെഷ്യൽ റെസൊല്യൂഷനും പാസ്സാക്കണം. ദെൻ ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെൻറ്റും കൊടുക്കണം. ഇത് മാത്രം പോരാ, ഇനിയിപ്പം വേറെ സെക്കൻഡറി 100 crores യൂട്ടിലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 100 crores യൂട്ടിലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് വിചാരിക്കുക. സോ ഈ ഫണ്ട് ചില കുറച്ച് ഒരു 2% ഷെയർ ഹോൾഡേഴ്സിന് എന്ത് താല്പര്യമില്ല, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ്സിൽ താല്പര്യമില്ല. അവരെന്ത് പറഞ്ഞു, ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഷെയർ ഞങ്ങൾ വിറ്റിട്ട് പോവുകയാണ്. അതിന് അവർക്ക് എന്ത് കൊടുക്കും, എക്സിറ്റ് ഓപ്ഷൻ. സോ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു എക്സിറ്റ് പ്രൈസ് ഫിക്സ് ചെയ്യും. ആ പ്രൈസിന് ആ ഷെയർ വിറ്റിട്ട് അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ പൈസ വാങ്ങി അവർക്ക് തിരിച്ചു പോകാം. അതിനാണ് എക്സിറ്റ് ഓപ്ഷൻ എന്ന് പറയുക. സോ ഇതിന് എന്താണ് വേർഡിങ് യൂസ് ചെയ്യുക, ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് മീൻസ് പുതിയ ഒബ്ജക്റ്റീവിനോട് താല്പര്യമില്ലാത്ത, അതിനോട് ചേർന്ന് പോകാത്ത ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കണം, എക്സിറ്റ് ഓപ്ഷൻ കൊടുക്കണം. എക്സിറ്റ് ഓപ്ഷൻ, സോ ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സിന് എക്സിറ്റ് ഓപ്ഷൻ കൊടുക്കണം. ദിസ് ഇസ് ഓൾ വിത്ത് സെക്ഷൻ 27 വേരിയേഷൻസ് ഇൻ ഒബ്ജക്റ്റ് ഉണ്ട് എങ്കിൽ. ദെൻ സെക്യൂരിറ്റീസ് ടു ബി ഡെൽത്ത് വിത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സോ ഇങ്ങനെ ഒരു പബ്ലിക് ഓഫറിന് പോകണമെങ്കിൽ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യണം. ഏതൊക്കെയാണ് നമ്മുടെ മെയിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇത് മാത്രമേ ഉള്ളൂ അല്ലല്ലേ, 23 സ്റ്റോക്ക് എക്സ്ചേഞ്ച് വേറെയുണ്ട്. സോ നമ്മുടെ റിലയൻസിൻ്റെ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് എന്താണ്, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് റിലയൻസ് രജിസ്റ്റേർഡ് ആണെന്നുള്ള കാര്യം. ലൈക്ക് വൈസ് ഏതെങ്കിലും 1 or more, ഒരിടത്ത് മാത്രമേ ഉള്ളൂ, ഇല്ല ഒന്നോ അതിൽ കൂടുതലോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. എന്തിനു വേണ്ടിയാണ്, പബ്ലിക് ഓഫറിന് പോകുന്നതിന് മുമ്പ്. അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ, ആൻഡ് ഒബ്റ്റെയിൻ പെർമിഷൻ ഫോർ സെക്യൂരിറ്റീസ് ടു ബി ഡെൽത്ത് വിത്തിൻ സച്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സോ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യാൻ വേണ്ടി, ഷെയർസ് രജിസ്റ്റർ ചെയ്യാനും വിൽക്കാനും വാങ്ങാനും എല്ലാം വേണ്ടിയുള്ള പെർമിഷൻ നമ്മൾ ആരോട് വാങ്ങിക്കണം, സെബിയോട് വാങ്ങിക്കണം. ഈ പെർമിഷൻ വാങ്ങിച്ചിട്ട് മാത്രമേ നമ്മൾ എന്തിനു പോകാൻ പാടുള്ളൂ, പബ്ലിക് ഓഫറിന് പോകാൻ പാടുള്ളൂ. ദെൻ നമ്മൾ പബ്ലിക് ഓഫറിന് പോകുമ്പം പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമല്ലോ. ഈ പ്രോസ്പെക്ടസിൽ നമ്മൾ എന്ത് എഴുതണം, ഏതൊക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് നമ്മൾ ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യാനുള്ള പെർമിഷനാണ് നമുക്ക് ഉള്ളതെന്നുള്ള കാര്യം. ദെൻ
നമ്മളിങ്ങനെ പെർമിഷൻ എല്ലാം വാങ്ങിച്ചു പബ്ലിക് ഓഫറിന് പോയി. ദെൻ പബ്ലിക് ഓഫറിന് പോയി കഴിയുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? നമുക്ക് ആപ്ലിക്കേഷൻ മണി കിട്ടും അല്ലേ? അങ്ങനെയാണല്ലോ ആൾക്കാർ ആപ്ലിക്കേഷൻ തരിക. ഒരു ആപ്ലിക്കേഷൻ മണി വിച്ച് ഈസ് നോട്ട് ലെസ് ദാൻ മോർ ദാൻ 5% ആണെന്ന് പറയുന്നുണ്ട്. സോ ഈ പറയുന്ന ലിമിറ്റിന് മേളിലുള്ളൊരു ആപ്ലിക്കേഷൻ മണി നമുക്ക് റിസീവ് ചെയ്യും. ഇങ്ങനെ കിട്ടുന്ന മണി നമുക്ക് ഇഷ്ടമുള്ള പോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് നമ്മൾ ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് എടുത്ത് വെക്കണം. ഇത് എന്തിനു വേണ്ടി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും? ഒന്ന്, നമ്മൾ ഷെയർ അലോട്ട് ചെയ്യുമല്ലോ. എല്ലാ ആപ്ലിക്കൻറ്റിനും നമുക്ക് ഷെയർ കൊടുക്കാൻ പറ്റത്തില്ലല്ലേ? നമ്മൾ ചൂസ് ചെയ്യും. 100 ആപ്ലിക്കേഷൻ കിട്ടിയാൽ അതിൽ 50 പേർക്കായിരിക്കും നമ്മൾ ഷെയർ അലോട്ട് ചെയ്യുക. സോ ഈ 50 ആൾക്കാർ ആരാണെന്നുള്ളത് അവർക്ക് തീരുമാനിച്ച് അവർക്ക് ഷെയർ അലോട്ട് ചെയ്യും. ഷെയർ അലോട്ട് ചെയ്യാത്ത ആൾക്കാർക്ക് തിരിച്ച് ഫണ്ട് റീഫണ്ട് ചെയ്യും. ഈ 2 പർപ്പസിന് വേണ്ടി മാത്രമേ ഈ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിലുള്ള ഫണ്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. എന്തെങ്കിലും ഡിഫോൾട്ട് ഉണ്ട് എങ്കിൽ കമ്പനിക്ക് 5 lakh rupees തൊട്ട് 50 lakh rupees വരെ പെനാലിറ്റി വരാം. ദെൻ ഓഫീസർക്ക് 50,000 rupees തൊട്ട് 3 lakh rupees വരെ പെനാലിറ്റി വരാം. ദെൻ ഒരു 1 year വരെ ഇംപ്രസ്മെൻറ്റ് വരാം, അല്ലെങ്കിൽ കോംബോ ഓഫറും കിട്ടും. സോ ഇതാണ് ഇൻ കേസ് ഓഫ് ഡീഫോൾട്ട് ഉണ്ടെങ്കിൽ. ദെൻ ഇതുമായിട്ട് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന പോലെ നമ്മൾ പബ്ലിക് ഓഫറിന് പോകുമ്പം മിനിമം സബ്സ്ക്രിപ്ഷൻ ഇത്ര കിട്ടണമെന്നുണ്ട്. ലൈക്ക് നമ്മുടെ സെബി പ്രകാരമാണെങ്കിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ 90% എങ്കിലും കിട്ടണം. ദാറ്റ് മീൻസ് നമ്മൾ 100 ഷെയർസ് ആണ് പബ്ലിക്കിന് ഓഫർ ചെയ്യുന്നതെങ്കിൽ 90 ഷെയർസ് എങ്കിലും പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി ഷെയർ ഇഷ്യൂ ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പകരം ഇവിടെ 70 ഷെയർസ് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താകും? ഈ ഇഷ്യൂ ഫെയിൽ ആകും. ഇനി ഓവർ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ ഇതിനെ എന്ത് വിളിക്കും? അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് വിളിക്കും. ദെൻ 100 ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്തു, 200 ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? ഓവർ സബ്സ്ക്രിപ്ഷൻ. സോ ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഈ 200-നകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ള 100 ആൾക്കാരെ ചൂസ് ചെയ്യും, ബാക്കി 100 ആൾക്കാർക്ക് റീഫണ്ട് കൊടുത്തു വിടും. ഇതാണ് പ്രോസസ്സ് നടക്കുക. സോ മിനിമം 90 എങ്കിലും വേണമെന്നാണ് സെബി പറയുക. ഇനി ഇതൊന്നും അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനകത്ത് 95% എന്നൊരു ലിമിറ്റ് വെക്കാം. പ്രശ്നമുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ 95% എബോവ് കിട്ടിയാൽ മാത്രമേ എന്താകത്തുള്ളൂ? സബ്സ്ക്രിപ്ഷൻ സക്സസ് ആയി എന്ന് പറയാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അത് ഫെയിൽ ആകും. ദെൻ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ 100 ഷെയർ ഇഷ്യൂ ചെയ്തു എന്ന് വെച്ചോ, 60 സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇത് ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ? സോ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? അണ്ടർ റൈറ്റേഴ്സിനെ സമീപിക്കാം. ഈ പറയുന്ന ആൾക്കാരാണ് ഓക്കെ നമ്മൾ പറയുന്നുണ്ട് അണ്ടർ റൈറ്റേഴ്സ്. സോ അണ്ടർ റൈറ്റേഴ്സ് എന്ത് ചെയ്യും? അണ്ടർ റൈറ്റേഴ്സ് നമ്മളൊരു ചെറിയ കമ്മീഷൻ കൊടുത്തിട്ട് പറയും പബ്ലിക് വാങ്ങിക്കാത്ത ഷെയർ നിങ്ങൾ വാങ്ങിക്കണം. സോ ഇങ്ങനെ ഒരു കേസ് വന്നാൽ ബാക്കി 40 ഷെയർ ആര് വാങ്ങിക്കും? അണ്ടർ റൈറ്റേഴ്സ് വാങ്ങിക്കും. ഇതിനു വേണ്ടി അണ്ടർ റൈറ്റേഴ്സിൻ്റെ ഒരു ചെറിയ കമ്മീഷനും കൊടുക്കേണ്ടി വരും. അതാണ് അണ്ടർ റൈറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുക. സോ ഈ പറയുന്ന കമ്മീഷൻ്റെ കാര്യമാണ് പറയുന്നത്. പേയ്മെൻറ്റ് ഓഫ് സച്ച് കമ്മീഷൻ. അങ്ങനെ കമ്മീഷൻ കൊടുക്കണമെങ്കിൽ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനകത്ത് എന്ത് പറയണം? കമ്മീഷൻ കൊടുക്കാൻ പറ്റുമെന്ന് പറയണം. ദെൻ ഈ കമ്മീഷൻ ഏത് രീതിയിൽ നിന്ന് കൊടുക്കാം? ഒന്ന്, നമ്മൾ ഈ 40-60 ഷെയർസ് നമുക്ക് വിറ്റിട്ട് പൈസ കിട്ടൂല, ആപ്ലിക്കേഷൻ മണി, ഒന്നെങ്കിൽ അതിനകത്തുനിന്ന് കൊടുക്കാം, അല്ലെങ്കിൽ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കാം, അല്ലെങ്കിൽ രണ്ടിൽ നിന്നും കൂടെ ഇച്ചിരി ആയിട്ട് വേണമെങ്കിലും കൊടുക്കാം. ദെൻ എത്ര എമൗണ്ട് വേണമെങ്കിലും നമുക്ക് കമ്മീഷൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇൻ കേസ് ഓഫ് ഷെയർ ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ 5% ഓഫ് ദി ഷെയർ ആണ് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന കമ്മീഷൻ. അല്ലെങ്കിൽ ഇനി ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനകത്ത് 4% പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? വിച്ച് എവർ ഈസ് ലോവർ 4% നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ദെൻ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനകത്ത് 6% പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 6% കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അന്നേരം മാക്സിമം എത്രയാണ്? 5% നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ മാക്സിമം 5%. അതിൽ താഴെയാണ് ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത് ആ പെർസെൻറ്റേജ്. അത്രയുമാണ് നമുക്ക് ഷെയർസിൻ്റെ കാര്യത്തിൽ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം കമ്മീഷൻ. ദ ഡിബഞ്ചർ ആണെങ്കിലോ സെയിം ആണ്, ബാക്കി കാര്യങ്ങളെല്ലാം 2.5%. അതിന് മേളിൽ കൊടുക്കാൻ പറ്റത്തില്ല. ദെൻ ഇങ്ങനെ കൊടുത്താൽ മാത്രം പോരാ. ഇങ്ങനെ അണ്ടർ റൈറ്റേഴ്സിനെ നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അണ്ടർ റൈറ്റേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം ആരെ അറിയിക്കണം? പബ്ലിക്കിനെ അറിയിക്കണം. സോ ഈ പറയുന്ന കാര്യങ്ങൾ അണ്ടർ റൈറ്റേഴ്സിൻ്റെ നെയിം എത്രയാണ്, എത്ര റേറ്റ് ഓഫ് എമൗണ്ട് ആണ്, എത്ര റേറ്റിനാണ് അവർ അണ്ടർ റൈറ്റ് ചെയ്തിരിക്കുന്നത്, 100% അണ്ടർ റിട്ടൺ ആണോ, 50% മേളിൽ കിട്ടിയാൽ അണ്ടർ റൈറ്റിംഗ് ഉള്ളോ, ഈ വക കാര്യങ്ങളെല്ലാം നിങ്ങൾ അക്കൗണ്ട്സ് പഠിക്കുമ്പോൾ അണ്ടർ റൈറ്റിംഗ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഈ വക കാര്യങ്ങളെല്ലാം എവിടെ ഇൻക്ലൂഡ് ചെയ്യണം? ഓൾ ദീസ് തിങ്സ് നീഡ്സ് ടു ബി ദെയർ ഇൻ പ്രോസ്പെക്ടസ്. ഇതെല്ലാം ആർക്കറിയാനുള്ള റൈറ്റ് ഉണ്ട്? ഷെയർ ഹോൾഡറിന് അറിയാനുള്ള റൈറ്റ് ഉണ്ട് ഷെയർ വാങ്ങിക്കുന്നതിന് മുമ്പ്. ദെൻ ഷാൽ നോട്ട് ബി പെയ്ഡ് കമ്മീഷൻ ടു അണ്ടർ റൈറ്റേഴ്സ് ഇറ്റ് ഈസ് നോട്ട് ഓഫേർഡ് ടു പബ്ലിക്. സോ പബ്ലിക് ഓഫറിൻ്റെ കേസിൽ മാത്രമേ നമുക്ക് എന്ത് പറ്റത്തുള്ളൂ? ഈ പറയുന്ന അണ്ടർ റൈറ്റേഴ്സ് കമ്മീഷൻ പറ്റത്തുള്ളൂ. സോ പബ്ലിക് ഓഫറിന് നമ്മൾ പോകുന്നില്ലെങ്കിൽ അണ്ടർ റൈറ്റേഴ്സിന് കമ്മീഷൻ കൊടുക്കാൻ പാടുണ്ടോ? പാടില്ല. ദെൻ ഈ പേയ്മെൻറ്റ് കൊടുത്ത കാര്യം നമ്മൾ ആരെ അറിയിക്കണം? മെയിനായിട്ട് കോപ്പി ഓഫ് പേയ്മെൻറ്റ് ആർക്ക് ഫയൽ ചെയ്യണം? ROCനെ അറിയിക്കണം, രജിസ്ട്രാർ ഓഫ് കമ്പനീനെ മാൻഡേറ്ററി ആയിട്ട് അറിയിച്ചിട്ടുണ്ടായിരിക്കണം. ദിസ് ഈസ് ഓൾ വിത്ത് എന്താ സെക്യൂരിറ്റീസ് ടു ബി ഡെൽറ്റ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോകണം. പബ്ലിക് ഓഫറിന് മുമ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യാനുള്ള പെർമിഷൻ വേണം. ഏതൊക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടെന്ന് നമ്മൾ പ്രോസ്പെക്ടസിൽ പറയണം. ദെൻ 5% ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിൽ കെപ്റ്റണം. അതെങ്ങനെ കെപ്റ്റ് ചെയ്യുന്നത് നമുക്ക് എന്തിനൊക്കെ വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും? അലോട്ട്മെൻറ്റിനോ റീഫണ്ടിനോ വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ദെൻ അതിന് ഫെയിൽ ആയാൽ അതിൻ്റെ പണിഷ്മെൻ്റ് ഉണ്ട്. ദെൻ ഇൻ കേസ് ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ എബോവ് കിട്ടിയാലേ നമുക്ക് ഷെയർ ഇഷ്യൂ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ആ ഷെയർ ഇഷ്യൂ ഫെയിൽ ആയെന്ന് പറയും. സോ മിനിമം
സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് എത്തിക്കാൻ നമുക്ക് എന്ത് ഓപ്ഷൻ ഉണ്ട്? അണ്ടർ റൈറ്റേഴ്സ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. സോ മാക്സിമം അവർക്ക് എത്ര പെർസെൻറ്റേജ് വെച്ച് നമുക്ക് കമ്മീഷൻ കൊടുക്കാൻ പറ്റും? ഷെയർ ആണെങ്കിൽ 5%, ഡിബഞ്ചർ ആണെങ്കിൽ 2.5%. ദെൻ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോസ്പെക്ടസ് ഇൻക്ലൂഡ് ചെയ്യണം. പ്ലസ് കോപ്പി ഓഫ് പേയ്മെന്റ് ആർക്ക് ഫയൽ ചെയ്യണം? ROCക്ക് ഫയൽ ചെയ്യണം. പബ്ലിക് ഷോ ഉണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ? അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ അലൗഡ് ആയിട്ടുള്ളൂ. ദെൻ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് ബൈ കമ്പനി, ദാറ്റ് ഈസ് സെക്ഷൻ 39. അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ്. സോ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ പരിപാടി എന്ന് അറിയാമല്ലോ? ഷെയർ ഇഷ്യൂ നടത്തുമ്പോഴത്തേക്ക് നമ്മൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യും, പബ്ലിക്കിനെ എല്ലാവരും കാര്യം അറിയിക്കും. ദെൻ താല്പര്യമുള്ള പബ്ലിക് എന്ത് ചെയ്യും? ആപ്ലിക്കേഷൻ ഇങ്ങോട്ട് തരും. ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വിത്ത് ഫീസും കൂടെ കൂട്ടിയായിരിക്കും ആ ആപ്ലിക്കേഷൻ തരിക. ദെൻ ഇതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ഷെയർ അലോട്ട് ചെയ്യും. അലോട്ട്മെന്റ് ഈ സമയത്ത് നമ്മളൊരു അലോട്ട്മെന്റ് ഫീസും കൂടെ അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യും. സോ അതാണ് അലോട്ട്മെന്റ് എന്ന് പറയുക. സോ നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെയാണെന്ന് തീരുമാനിച്ചു, നമ്മുടെ മെമ്പേഴ്സിന്റെ ലിസ്റ്റ് തീരുമാനിച്ചു, അവർക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് എന്ന് പറയുക. സോ അലോട്ട്മെന്റ് ആയി കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്താൽ ഷെയർ ആകുമോ? ഇല്ല. അലോട്ട്മെന്റ് തൊട്ടാണ് കമ്പനിയുടെ ഷെയർ ശരിക്കും ഷെയർ ആണെന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ ഷെയർ എന്നുള്ളൊരു പേര് വരുന്നത് ഈ അലോട്ട്മെന്റിന്റെ ഡേറ്റ് തൊട്ടാണ്. സോ അലോട്ട്മെന്റ് എപ്പോഴാണ് പോസിബിൾ ആവുന്നത്? മിനിമം സബ്സ്ക്രിപ്ഷൻ കളക്ട് ചെയ്താൽ മാത്രമേ അലോട്ട്മെന്റ് പോസിബിൾ ആവത്തുള്ളൂ. നോ അലോട്ട്മെന്റ് ഓഫ് എനി സെക്യൂരിറ്റി ഷാൽ ബി മെയ്ഡ് അൺലെസ് എമൗണ്ട് സ്റ്റേറ്റഡ് ഇൻ ദ പ്രോസ്പെക്ടസ് മിനിമം എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് പോസിബിൾ ആവത്തുള്ളൂ, അല്ലെങ്കിൽ അത് പോസിബിൾ ആവത്തില്ല. ദെൻ ആപ്ലിക്കേഷൻ മണി എന്തിൽ താഴെ ആവാൻ പാടില്ല? 5% താഴെ ആവാൻ പാടില്ല. Then if the stated minimum amount has not been subscribed, minimum amount കിട്ടിയിട്ടില്ലെന്ന് വെക്കുക, അങ്ങനെയാണെങ്കിൽ സം പേബിൾ ഓൺ ആപ്ലിക്കേഷൻ വിത്തിൻ എത്ര ദിവസം നമുക്ക് സമയമുണ്ട് ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യാൻ വേണ്ടി? അതായത് മിനിമം ആ പറയുന്ന 90% അല്ലെങ്കിൽ അതിൽ കൂടുതലോ എത്രയാണെങ്കിലും അത് റിസീവ് ചെയ്യാൻ നമുക്ക് മൊത്തം 30 days ആണ് ടൈം അവൈലബിൾ ആയിട്ടുള്ളൂ. സോ 30 daysനുള്ളിൽ നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ഓൾറെഡി റിസീവ് ചെയ്ത വാട്ടെവർ എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ടോ അത് ഫുള്ള് നമ്മൾ എന്ത് ചെയ്യണം? റിട്ടേൺ ചെയ്യണം ടു ദി ആരാണ് തന്നേക്കുന്നത് ആ അക്കൗണ്ടിലേക്ക് റിട്ടേൺ ചെയ്യണം. ദെൻ കമ്പനി ഷെയർ ക്യാപിറ്റൽ അലോട്ട്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിട്ടേൺ ഓഫ് അലോട്ട്മെന്റ് നമ്മൾ ആർക്ക് ഫയൽ ചെയ്യണം? ROCക്ക് ഫയൽ ചെയ്യണം. ദെൻ എന്തെങ്കിലും പെനാൽറ്റീസ് ഉണ്ടെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പെനാൽറ്റി പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും ഡിഫോൾട്ട് ഉണ്ടെങ്കിൽ കമ്പനിക്കും ഓഫീസർക്കും കോമൺ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് 1000 rupees ഈച്ച് ഡേ, അല്ലെങ്കിൽ 1 lakh rupees മാക്സിമം 1000 per day വെച്ചിട്ട് 1 lakh rupees വരെ നമുക്ക് പെനാൽറ്റി പോകാം. ദെൻ ആപ്ലിക്കേഷൻ മണി ടു ബി റീഫണ്ടഡ് ഷാൽ ബി ക്രെഡിറ്റഡ് ഓൺലി ടു ഏത് അക്കൗണ്ടിൽ നിന്നാണോ വന്നത് ആ അക്കൗണ്ടിലോട്ട് വേണം നമ്മൾ മണി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി. സോ നേരത്തെ നമ്മുടെ ചാർട്ട് നമുക്ക് ഒന്നും കൂടെ എക്സ്പാൻഡ് ചെയ്ത് വരയ്ക്കാം. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യും. ദിസ് ഈസ് ഇൻവിറ്റേഷൻ ടു ഓഫർ ആണല്ലേ, ഇൻവിറ്റേഷൻ ടു ഓഫർ. സോ നമുക്ക് തിരിച്ചിങ്ങോട്ട് എന്ത് കിട്ടും? ഓഫർ കിട്ടും. അതിൻ്റെ പേരെന്താണ്? ആപ്ലിക്കേഷൻ. ദെൻ ആപ്ലിക്കേഷൻ ടുഗെദർ വിത്ത് ആപ്ലിക്കേഷൻ മണി നമുക്ക് റിസീവ് ചെയ്യും. നമ്മളിതിൻ്റെ അക്സെപ്റ്റൻസ്, നമ്മൾ കുറച്ച് പേരുടെ ആൾക്കാരുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്യും. അതിനാണ് എന്ത് പറയുന്ന? അലോട്ട്മെന്റ്. ഇങ്ങനെ ഷെയർ അലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓവർ സബ്സ്ക്രിപ്ഷൻ ആവാം, അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആവാം, എല്ലാത്തിനും ചാൻസസ് ഉണ്ടല്ലേ. സോ ഇൻ ദിസ് കേസസ് നമ്മൾ അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആണ്, ഷെയർ അലോട്ട്മെന്റ് നടത്തുന്നില്ലെങ്കിൽ നമ്മൾ ഇതുവരെ റിസീവ് ചെയ്ത ഫണ്ട് എന്ത് ചെയ്യണം? റിട്ടേൺ ചെയ്യണം. ദെൻ ഇനി കറക്റ്റ് സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ നമുക്ക് ഇത് ഒരു സ്പെസിഫൈഡ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ എമൗണ്ട് കീപ്പ് ചെയ്യാം. 2 പേഴ്സൺസിന് വേണ്ടി. ഒന്ന് എന്തിനു വേണ്ടിയാണ്? ഷെയർ അലോട്ട് ചെയ്യും, അല്ല ആപ്ലിക്കേഷൻ മണി തന്നെയാണ് ഈ സ്പെസിഫൈഡ് അക്കൗണ്ടിലേക്ക് കീപ്പ് ചെയ്യുക. ഇത് നമുക്ക് ഓക്കെ ലീവ് ഇറ്റ്, ഇവിടെ ഇത് പറയണ്ട. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓക്കെ, അലോട്ട്മെന്റ് നടന്നു കഴിഞ്ഞാൽ ഇത്രയും ഓർത്താൽ മതി, റിട്ടേൺ ഓഫ് അലോട്ട്മെന്റ് ഫയൽ ചെയ്യണം. അലോട്ട്മെന്റ് നടന്നില്ല എങ്കിൽ ഫണ്ട് നമ്മൾ റിട്ടേൺ ചെയ്യണം. റിട്ടേൺ ഓഫ് അലോട്ട്മെന്റ് ആർക്കാണ് ഫയൽ ചെയ്യുന്നത്? രജിസ്ട്രാർ ഓഫ് കമ്പനിക്കാണ്. ഫെയിലിയർ ഉണ്ടെങ്കിൽ അതിൻ്റെ പണിഷ്മെന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എങ്ങോട്ടാണ് ഈ മണി റിട്ടേൺ ചെയ്യണമെന്ന് പറയുന്നത്? ഏത് അക്കൗണ്ടിൽ നിന്നാണോ ക്യാഷ് വന്നത് ആ അക്കൗണ്ടിലോട്ട് തന്നെയാണ് നമ്മൾ തിരിച്ച് റിട്ടേൺ ചെയ്യുന്നത്. ദെൻ ഇപ്പോൾ പറഞ്ഞപ്പോഴേക്ക് ഡീംഡ് പ്രോസ്പെക്ടസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പ്രോസ്പെക്ടസ് അല്ല, ഒറിജിനൽ പ്രോസ്പെക്ടസ് അല്ല, ഡീംഡ് പ്രോസ്പെക്ടസ് ആയാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മിസ് സ്റ്റേറ്റ്മെൻറ്റ്സിനും ഒമിഷൻസിനും ഉള്ള പെനാലിറ്റീസും ലയബിലിറ്റീസും എല്ലാം കമ്പനി സഫർ ചെയ്യേണ്ടി വരും. ഇഷ്യൂ ഹൗസ് ആണ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിലും. സോ എന്താണ് ഈ പറയുന്ന മിസ് സ്റ്റേറ്റ്മെൻറ്റ്സും ഒമിഷൻസിനുമുള്ള പെനാലിറ്റീസ് എന്നാണ് പറയുന്നത്. സോ മിസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ പ്രോസ്പെക്ടസിനും ഒമിഷൻസ് ഇൻ പ്രോസ്പെക്ടസ്. സോ ഒന്നെങ്കിലും പ്രോസ്പെക്ടസ് എന്താകാം? മിസ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്, കള്ളത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആവാം, അല്ലെങ്കിൽ ഒമിഷൻസ്, പറയേണ്ട ചില കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടില്ലായിരിക്കാം. ഇതിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പെനാൽറ്റീസിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ക്രിമിനൽ ലയബിലിറ്റി എന്നും സിവിൽ ലയബിലിറ്റി എന്നും. സോ ക്രിമിനൽ ലയബിലിറ്റിയുടെ നേച്ചർ ആണ് എങ്കിൽ സോ ആദ്യം സിവിൽ ലയബിലിറ്റി പറയാം. ദാറ്റ് ഈസ് സെക്ഷൻ 35 ആണ് ഡീൽ ചെയ്യുന്നത്. ക്രിമിനൽ ലയബിലിറ്റി ഡീൽ ചെയ്യുന്നത് സെക്ഷൻ 34 ആണ്. സോ ക്രിമിനൽ ലയബിലിറ്റി പറയുന്നത് എന്തെങ്കിലും മിസ് സ്റ്റേറ്റ്മെൻറ്റ്സോ ഒമിഷൻസോ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റോ ഉണ്ടായിരുന്നു, ദെൻ ഒരാൾ ആക്റ്റഡ് അപ്പോൺ ഇറ്റ്. സോ ഇത് വിശ്വസിച്ച് ഒരാൾ കമ്പനിയുമായിട്ടൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു, അല്ലെങ്കിൽ ഷെയർ വാങ്ങിച്ചു, ദെൻ സഫേർഡ് ലോസസ്, അയാൾ ലോസസ് സഫേർഡ് ചെയ്തു. സഫേർഡ് ലോസസ് ഓർ
ഡാമേജസ്. ഇങ്ങനെയാണെങ്കിൽ എന്ത് ആപ്ലിക്കബിൾ ആവത്തുള്ളൂ? സിവിൽ ലയബിലിറ്റി വരത്തുള്ളൂ. സോ ആർക്കൊക്കെയാണ് ലയബിലിറ്റി വരിക? കമ്പനിക്ക്, ഡയറക്ടർക്ക്, പ്രപ്പോസ്ഡ് ഡയറക്ടർക്ക്, പ്രൊമോട്ടർക്ക്, എക്സ്പേർട്ട്, ആരൊക്കെയാണോ പ്രോസ്പെക്ടസ് ഓതറൈസ് ചെയ്തിരിക്കുന്നത് അവർക്ക് ഇത്രയും പേർക്ക് ലയബിലിറ്റി വരും. എന്തിനൊക്കെയാണ് ലയബിലിറ്റി വരിക? ടു കോമ്പൻസേഷൻ ടു ഇൻവെസ്റ്റർ. ഇയാൾ ഈ സഫർ ചെയ്ത ലോസസ് ഇല്ലേ, സോ എന്തൊക്കെയാണ് ലയബിലിറ്റി വരിക? ഇയാൾ സഫർ ചെയ്ത ലോസസ് ഓർ ഡാമേജസ് അതെന്ത് ചെയ്യണം? റീപേ ചെയ്യണം, അത് മെയ്ഡ് ഗുഡ് ആക്കണം. പ്ലസ് സെക്ഷൻ 36 കൂടെ ഇവർക്ക് ലയബിലിറ്റി ആയിട്ട് വരും. സോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബാക്കി പഠിച്ചിട്ട് നമുക്ക് ഡിഫൻസസ് നോക്കാം. സെയിം ക്രിമിനൽ ലയബിലിറ്റി ആണെങ്കിൽ ഈ പറയുന്ന പോലെ ലോസസ് സഫർഡ് ഒന്നും നിർബന്ധമില്ല. ലയബിലിറ്റി ഇത്രയും പേർക്കൊന്നും വരത്തില്ല. ആർക്ക് മാത്രമേ വരുള്ളൂ? ആരാണ് പ്രോസ്പെക്ടസ് ഓതറൈസ് ചെയ്തത് അയാൾക്ക് മാത്രമേ ലയബിലിറ്റി വരുന്നുള്ളൂ. പണിഷ്മെന്റ് എന്താണ് പറയുന്നത്? സെക്ഷൻ 447. സെക്ഷൻ 447 എന്താണ് നമ്മൾ വഴിയെ പഠിക്കും. ഫ്രോഡിന്റെ സെക്ഷൻ ആണ്. സോ 447 ഫ്രോഡിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചുള്ള പണിഷ്മെന്റ് ക്രിമിനൽ ലയബിലിറ്റി പ്രകാരം അയാൾക്ക് വരും. ദെൻ ഡിഫൻസസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കേസ് കോടതിയിൽ ചെയ്താൽ, ക്രിമിനൽ ലയബിലിറ്റിക്കായാലും സിവിൽ ലയബിലിറ്റിക്കായാലും ഒരു കേസ് കോടതിയിൽ ഫയൽ ചെയ്തു അല്ലേ, അപ്പോൾ ലോസ് സഫർ ചെയ്ത ആൾ കോടതിയിൽ കൊണ്ട് കേസ് കൊടുക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ കാര്യങ്ങൾ പ്രൂവ് ചെയ്താൽ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഡിഫൻസസ് എന്ന് പറയുക. സോ ഇൻ ദ കേസ് ഓഫ് സിവിൽ ലയബിലിറ്റി ആണ് എങ്കിൽ നമുക്ക് 3 കാര്യങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റും. ഒന്ന്, ഞാൻ ഡയറക്ടർ ആയിട്ടിരിക്കാൻ അവിടെ കൺസെന്റ് കൊടുത്തിട്ടില്ല, വിഡ്രോ കൺസെന്റ് ടു ബി എ ഡയറക്ടർ. അല്ലെങ്കിൽ ഡയറക്ടർ ആയിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ പറയുന്ന കമ്പനിയുടെ ഡയറക്ടർ ആയിട്ടിരിക്കാനുള്ള കൺസെന്റ് ഞാൻ കൊടുത്താലല്ലേ ഞാൻ ഡയറക്ടർ ആകത്തുള്ളൂ. ആ കൺസെന്റ് ഞാൻ കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ കൺസെന്റ് കൊടുത്തു, പിന്നീട് ഞാനത് വിഡ്രോ ചെയ്തായിരുന്നു, സോ എന്നെ ലയബിൾ ആക്കരുത് എന്ന് വേണമെങ്കിൽ നമുക്ക് പ്ലീഡ് ചെയ്യാം. രണ്ടാമത്, ബിലീവ്ഡ് ഓൺ ദ കണ്ടന്റ് അണ്ടർ സെക്ഷൻ. ഇതിനകത്ത് എക്സ്പേർട്ടിൻ്റെ ഒരു ഒപ്പീനിയൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു വാല്യുവേഷൻ റിപ്പോർട്ടാണെന്ന് വിചാരിച്ചോ. സോ വാല്യുവേഷൻ റിപ്പോർട്ടിനെ ഒന്നും കൂടെ ഈ പറയുന്ന പ്രോസ്പെക്ടസിലോട്ട് എടുത്തെഴുതിയത് മാത്രമേ ഉള്ള ആര്? ഡയറക്ടർ. അങ്ങനെയാണെങ്കിൽ ഫുള്ളി എക്സ്പേർട്ടിനെയാണ് അയാൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ എൻ്റെ കുറ്റമല്ല, എക്സ്പേർട്ടിൻ്റെ മിസ്റ്റേക്കാണ്, എന്നെ ലയബിൾ ആക്കരുത് എന്ന് വേണമെങ്കിൽ പ്ലീഡ് ചെയ്യാം. ദെൻ മൂന്നാമത്തെ ഏത് രീതിയിൽ നമുക്ക് പ്ലീഡ് ചെയ്യാം? ഇനി എൻ്റെ അനുവാദത്തോടു കൂടി അല്ല പ്രോസ്പെക്ടസിൽ എൻ്റെ പേര് വെച്ചിരിക്കുന്നത്. സോ ഇഷ്യൂഡ് വിത്തൗട്ട് മൈ നോളജ്. എൻ്റെ നെയിം വിത്തൗട്ട് കൺസെൻറ്റ്. എൻ്റെ നെയിം പ്രോസ്പെക്ടസിൽ വന്നിരിക്കുന്നത് വിത്തൗട്ട് മൈ കൺസെൻറ്റ് ആണ്. അങ്ങനെയാണ് എങ്കിൽ പിന്നീട് ഞാൻ ഈ എൻ്റെ പേര് ഇതിനകത്തുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഞാനൊരു പബ്ലിക് നോട്ടീസ് ഇഷ്യൂ ചെയ്തായിരുന്നു. എന്താണ്? എൻ്റെ കൺസെൻറ്റോട് കൂടിയല്ല ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഞാൻ ന്യൂസ് പേപ്പറിൽ ഒരു പബ്ലിക് നോട്ടീസ് ഇഷ്യൂ ചെയ്തായിരുന്നു. സോ അതുകൊണ്ട് ഇനി എനിക്ക് ലയബിലിറ്റി ഇല്ല. സോ ഈ 3 കാര്യങ്ങൾ സിവിൽ ലയബിലിറ്റിക്ക് നമുക്ക് പ്ലീഡ് ചെയ്യാം. ഒന്നെന്താണ്? എൻ്റെ ഒരു കൺസെൻറ്റോട് കൂടിയല്ല, എൻ്റെ കൺസെൻറ്റ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാണ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തത്. അല്ലെങ്കിൽ എൻ്റെ കൺസെൻറ്റോട് കൂടിയല്ല എൻ്റെ പേര് അതിനകത്ത് ഇട്ടിരിക്കുന്നത്, പിന്നീട് അറിഞ്ഞപ്പോൾ ഞാൻ പബ്ലിക് നോട്ടീസ് ഇഷ്യൂ ചെയ്തായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ ഒപ്പീനിയൻ അല്ല അതിനകത്ത് കിടക്കുന്നത്, എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയനെ വിശ്വസിച്ച് ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പ്ലീഡ് ചെയ്യാം. സോ ഇതെല്ലാം ഓക്കെ ആണെന്ന് കോർട്ടിന് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങളുടെ ലയബിലിറ്റിയിൽ നിന്ന് ഒഴിവാക്കാം. ദെൻ രണ്ടാമത്, ക്രിമിനൽ ലയബിലിറ്റിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 447 ഫ്രോഡിനുള്ള പെനാലിറ്റി അല്ലേ. 2 കാര്യങ്ങൾ എന്തിനൊക്കെ വേണ്ടിയാ? ഈ ഒമിഷൻ, നമ്മൾ എന്തൊക്കെയാണ് മിസ്സ്റ്റേറ്റ്മെന്റ്സ് എന്ന് നമ്മൾ പറഞ്ഞത്? ഒന്നെങ്കിൽ ഒമിഷൻ ആവാം, അല്ലെങ്കിൽ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആകാം അല്ലേ. സോ ഈ പറയുന്ന ഒമിഷൻ ഇമ്മെറ്റീരിയൽ ആയിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്ന് കോടതിക്ക് ധരിപ്പിക്കാൻ പറ്റിയാൽ ഓക്കെ, നമ്മൾ രക്ഷപ്പെടും. എന്താണ്? ഈ ഒരു കാര്യം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്, നമ്മൾ ഒമിറ്റ് ചെയ്തിട്ടുണ്ട് പ്രോസ്പെക്ടസിൽ നിന്ന്. പക്ഷേ ഈ ഒഴിവാക്കിയ കാര്യം ഇമ്മെറ്റീരിയൽ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല എന്ന് കോടതിയിൽ തെളിയിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് ലയബിലിറ്റി നിന്ന് ഒഴിവാക്കാൻ പറ്റും. രണ്ടാമത്, റീസണബിൾ ഗ്രൗണ്ട്സ് ടു ബിലീവ്. ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് പ്രോസ്പെക്ടസിനകത്തുണ്ട്, പക്ഷെ അത് ഫോൾസ് ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, സത്യമായിട്ടും അത് സത്യമാണെന്ന് വിചാരിച്ചാണ് ഞാൻ അതിനകത്ത് ഇട്ടിരിക്കുന്നതെന്ന് കോർട്ടിന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ യുവർക്ക് അത് ഡിഫൻസ് ആണ്, നിങ്ങൾക്ക് ആ ക്രിമിനൽ ലയബിലിറ്റിയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റിയേക്കാം. അതാണ് ഡിഫൻസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. സോ നമ്മളിപ്പം 34 പഠിച്ചു, 35 പഠിച്ചു, കൂടാതെ നമ്മൾ 36 എന്നൊരു സെക്ഷനും കൂടി പഠിച്ചല്ലേ. സോ സിവിൽ ലയബിലിറ്റി വരുന്ന ആൾക്കാർക്കുള്ള പണിഷ്മെന്റ് എന്താണ്? ലോസും ഡാമേജസും കൂടാതെ 36 വരുന്ന പെനാലിറ്റിയും കൂടെ വരും. സോ എന്താണ് സെക്ഷൻ 36 എന്ന് പോകാം. 36 is fraudulently inducing person to invest money. ഒരാളെ ഒരു മണി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രോഡിലി ഇൻഡ്യൂസ് ചെയ്യുക, പ്രകോപിപ്പിക്കുക. അതിന് കോമൺ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു പണിഷ്മെന്റ് സെക്ഷനാണ് 36 പറയുക. സോ 36 എന്താണെന്ന് പറയുന്നതിന് അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. എന്താണ് ലയബിൾ ഫോർ ആക്ഷൻ? എന്താ പറഞ്ഞിരിക്കുന്നത്? ലയബിൾ ഫോർ ആക്ഷൻ അണ്ടർ സെക്ഷൻ 447. സോ അൾട്ടിമേറ്റ്ലി 36 എന്താ പറഞ്ഞിരിക്കുന്നത്? 447 പറയുന്ന പെനാലിറ്റി വരും. 34 എന്താ പറഞ്ഞിരിക്കുന്നത്? 447 ഫ്രോഡിൽ പറഞ്ഞിരിക്കുന്ന പെനാലിറ്റി വരും. സോ അൾട്ടിമേറ്റ്ലി എല്ലാം എവിടെയാണ് വന്ന്
നിൽക്കുന്നത് 447 എന്ന് പറയുന്ന ഫ്രോഡിൻ്റെ പെനാൽറ്റി സെക്ഷനിലാണ് വന്ന് നിൽക്കുക. സോ 37 എന്താ പറയുന്നത്? ഫ്രോഡുലൻലി ഇൻഡ്യൂസിങ് സമ്മൺ, ഒരാളെ പ്രകോപിപ്പിക്കുന്നു, ഫ്രോഡുലൻലി പ്രകോപിപ്പിക്കുന്നു. എന്തിനൊക്കെ വേണ്ടി? ഫോർ ആൻ എഗ്രിമെൻറ്റ് ഓർ വിത്ത് എ വ്യൂ ടു അക്വയറിങ്, ഡിസ്പോസിങ്, സബ്സ്ക്രൈബിങ് ഓർ അണ്ടർ റൈറ്റിംഗ് സെക്യൂരിറ്റി. സോ ഒരു സെക്യൂരിറ്റി അണ്ടർ റൈറ്റ് ചെയ്യാനോ അത് ഡിസ്പോസ് ചെയ്യാനോ വിൽക്കാനോ അക്വയർ ചെയ്യാനോ വാങ്ങിക്കാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ കമ്പനിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനോ ഒരാളെ ഫ്രോഡുലൻ്റ്ലി ഒരാളെ പ്രേരിപ്പിക്കുകയാണ്. അയാൾ പല കള്ളങ്ങളും പറഞ്ഞ് ധരിപ്പിച്ച് അയാളെ കൊണ്ട് ഷെയർ വാങ്ങിപ്പിക്കുകയോ വിൽക്കുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ അണ്ടർ റൈറ്റ് ചെയ്യുകയോ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 36 പ്രകാരം ഫ്രോഡിൻ്റെ പെനാൽറ്റി നിങ്ങൾക്ക് വരും. ദെൻ രണ്ടാമത് എന്തിനാ 36 ആപ്ലിക്കബിൾ ആവുന്നത്? Purpose of pretending purpose for which to secure a profit in any part of the yield of security or by reference to fluctuations in the capital value of security. സോ ഒരു ഫേക്ക് പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ വല്ലതും കാര്യം പറഞ്ഞത് പബ്ലിക്കാക്കി, പബ്ലിക്കിനെ മൊത്തം ഇല്ലാത്തൊരു കമ്പനിയുടെ പേരിലുള്ള കമ്പനിയുടെ പേരിൽ ഇല്ലാത്തൊരു പ്രോജക്റ്റിൻ്റെ കാര്യം പറഞ്ഞ് പബ്ലിക്കിനെ എല്ലാം ഇറക്കിയാൽ പബ്ലിക് കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂവിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാക്കും അല്ലേ. സോ ഫ്രോഡുലൻ്റ്ലി അത് ആൾക്കാരെ കൊണ്ട് ഷെയർ വാങ്ങിപ്പിക്കും. സോ ഫ്ലക്ച്വേഷൻസ് ഫ്രോഡുലൻ്റ്ലി ഉണ്ടാക്കുന്നത്. ദെൻ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ് ഒബ്റ്റെയിനിങ് ക്രെഡിറ്റ് ഫെസിലിറ്റി ഫ്രം ബാങ്ക്. ഈ പോയിന്റ് ഒബ്റ്റെയിനിങ് ക്രെഡിറ്റ് ഫെസിലിറ്റി ഫ്രം ബാങ്ക്. സോ ബാങ്കിനെ കള്ളം പറഞ്ഞ് ധരിപ്പിച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക. സോ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് എന്ത് പറയും? 36 പണിഷ്മെന്റ് വരും. 36 എന്താ പണിഷ്മെന്റ് പറഞ്ഞിരിക്കുന്നത്? 447. 447 എന്താണ്? ഫ്രോഡിനുള്ള പണിഷ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ 36 എന്തൊക്കെ കാര്യങ്ങളാണ് കവർ ചെയ്തിരിക്കുന്നത്? ഫ്രോഡുലൻ്റ്ലി ഇൻഡ്യൂസിങ് സമ്മൺ, 3 കാര്യങ്ങൾക്ക് വേണ്ടി. എന്തിനൊക്കെ വേണ്ടിയാണ് ഫ്രോഡുലൻ്റ്ലി ഇൻഡ്യൂസ് ചെയ്യുന്നത്? ഒന്ന്, acquire, dispose, subscribe, underwriting of shares. Then fluctuations in the market value of shares. Then 4, bank loan, bank in the credit facilities വല്ലതും generate, 3, bank in the credit facilities വല്ലതും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. സോ ഈ 3 ആക്ടിവിറ്റീസ് ചെയ്താലും ഫ്രോഡുലൻ്റ്ലി ഇൻഡ്യൂസ് ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ 447 വരും. സോ എന്താണ് 447 എന്നുള്ളത് നമ്മൾ വഴിയെ പഠിക്കുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പ് ഒരു സെക്ഷനും കൂടെ പറയുന്നത് വേറെ ഒന്നുമല്ല, ഈ 34 വഴി ലയബിൾ ആയിട്ടുള്ള, അതായത് ക്രിമിനൽ ലയബിലിറ്റിക്ക് ഇരയായിട്ടുള്ള ആൾക്കാർ. ദെൻ ഈ പറയുന്ന ഇരയായിട്ടുള്ളതെന്ന് വെച്ചാൽ ക്രിമിനൽ ലയബിലിറ്റി പ്രകാരം ലയബിലിറ്റി വരുന്ന ആൾ, ഡയറക്ടറിനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിന് ലോസ് സഫർ ചെയ്ത ഒരാളുണ്ടല്ലോ അയാൾക്കും, 35 സിവിൽ ലയബിലിറ്റിയിൽ പറയുന്ന ലോസ് സഫർ ചെയ്ത ആൾക്കും, ഈ പറയുന്ന 36 ലോസ് സഫർ ചെയ്ത ആൾക്കും എന്തിനുള്ള ഓപ്ഷൻ ഉണ്ട്? അണ്ടർ സെക്ഷൻ 37 എന്ത് ചെയ്യാം? കോർട്ടിലൊരു സ്യൂട്ട് ഫയൽ ചെയ്യാനുള്ള അവകാശമുണ്ട്. ദെൻ ഇവർ ഒത്തിരി പേരുണ്ട് എങ്കിൽ ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ഒന്നിച്ച് എന്ത് ഫയൽ ചെയ്യാം? ഒന്നിച്ച് ഒരു റെപ്രസെൻറ്റേറ്റീവിനെ വെക്കാം. ഈ റെപ്രസെൻറ്റേറ്റീവിന് കോർട്ടിൽ പോയൊരു കേസ് ഫയൽ ചെയ്യാം. സോ സാധാരണ ഒരു കേസ് കൊടുക്കുമ്പോൾ ഒരാൾ കേസ് കൊടുത്താൽ ഒരാൾ വാദി ഒരാൾ പ്രതി, ഈ 2 പേരും കോർട്ടിൽ പ്രസന്റ് ആകണം അല്ലേ. സോ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരാൾക്കെതിരെ കേസ് കൊടുക്കുകയാണെങ്കിൽ ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ മൊത്തം വരണ്ട, ഈ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്ത് ഒരാൾ വന്നാൽ മതി. ഇങ്ങനെ 2 പേര് മാത്രം കോർട്ടിൽ പ്രസന്റ് ആയാൽ മതി. അതിന് പറയുന്ന പേരാണ് ക്ലാസ് ആക്ഷൻ സ്യൂട്ട് എന്ന് പറയുന്നത്. സോ ക്ലാസ് ആക്ഷൻ സ്യൂട്ട് എന്താണ്? ക്ലാസ് ആക്ഷൻ സ്യൂട്ട് is for a group of people filing a suit against defendant who has acquired common harm to entire. എല്ലാവർക്കും കൂടെ എന്തെങ്കിലും പ്രശ്നം, ഫോർ എക്സാമ്പിൾ പറയുന്നത് സത്യം സ്കാം ആണല്ലേ. സോ സത്യം സ്കാമിൽ എന്താ? ഒരുപാട് പേർക്ക് നഷ്ടങ്ങളുണ്ടായി. സോ അവരെല്ലാവരും കൂടെ ചേർന്ന് സത്യം ഗ്രൂപ്പിനെതിരെ ഒരു കേസ് കൊടുത്തു. അതൊരു ക്ലാസ് ആക്ഷൻ സ്യൂട്ട് ആയിരുന്നു. സോ ലൈക്ക് വൈസ് അങ്ങനെ അലൗഡ് ആണ്. അണ്ടർ സെക്ഷൻ 37 കമ്പനീസ് ആക്ടിൽ ഇത് ഡീൽ ചെയ്യുന്നത്. ദെൻ നമ്മൾ ബാക്ക് ടു നമ്മൾ ഇവിടെ വന്നു. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ 447 എന്താണെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുക. സെക്ഷൻ 447 ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞു, ഫ്രോഡിനുള്ള പെനാലിറ്റി ആണ് പറയുക. സോ എന്താണ് ഫ്രോഡ് എന്ന് പറയണം? ഫ്രോഡ് എന്ന് പറയുന്നതാണെങ്കിൽ ഒരു ആക്ട് ആവാം, ഒരു പ്രവൃത്തിയാകാം. ഫ്രോഡിൽ ഒരാളുടെ സിഗ്നേച്ചറിക്ക് നമ്മൾ ഫോർജറി ആണല്ലേ. ലൈക്ക് ഫ്രോഡ് എന്ന് പറയുന്ന ഒരു ആക്ട് ആവാം. ദെൻ ഒമിഷൻ, എന്തെങ്കിലും ഒരു കാര്യം ഹൈഡ് ചെയ്ത് വെക്കുന്നതാകാം, അല്ലെങ്കിൽ ഒന്ന് കാര്യം ചെയ്യാതിരിക്കുന്നതോ അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതാവാം. രണ്ടാമത് ഇപ്പം പറഞ്ഞാണ് കറക്റ്റ്, കൺസീൽമെൻറ്റ് ഓഫ് ഫാക്ട്, എന്തെങ്കിലും ഒരു കാര്യം പറയേണ്ട ഒരു കാര്യം പറയാതിരുന്നാൽ അത് ഫ്രോഡാകാം. അബ്യൂസ് ഓഫ് പൊസിഷൻ, ഡയറക്ടറെന്നോ KMBന്നോ ഓണറെന്നോ ഉള്ളൊരു പൊസിഷൻ അബ്യൂസ് ചെയ്ത് വേറൊരാളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ആ പൊസിഷൻ യൂസ് ചെയ്തുകൊണ്ട് സ്വന്തം പേഴ്സണൽ ലോൺ എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ അബ്യൂസ്, അധികാര ദുർവിനിയോഗം, അബ്യൂസ് ഓഫ് പൊസിഷൻ. ഇതെല്ലാം എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക? ഫ്രോഡായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഫ്രോഡ് ആയിക്കഴിഞ്ഞാൽ അതിനെന്ത് വരും? പണിഷ്മെൻറ്റ് വരും. സോ പണിഷ്മെൻറ്റിൻ്റെ എമൗണ്ട് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫ്രോഡിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന എമൗണ്ട് 10 lakh അഥവാ 1% ഓഫ് ടേൺ ഓവർ, അതിന് മേളിലാണ് എങ്കിൽ 50 lakhs വരെ, അല്ല അതിന് മേളിലാണെങ്കിൽ താഴെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ 10 crore or 1% മേളിലാണ് എങ്കിൽ 6 മാസം മുതൽ 10 year വരെ നമുക്ക് എന്ത് വരും? ഇംപ്രിസൺമെൻറ്റിനും ചാൻസ് ഉണ്ട്. ഫ്രോഡിൻ്റെ എമൗണ്ട് എത്രയാണോ മിനിമം അത്ര എമൗണ്ട് തൊട്ട് 3 times, അതിൻ്റെ 3 ഇരട്ടി വരെ നമുക്ക്
പെനാൽറ്റി വരാനും ചാൻസ് ഉണ്ട്. ദെൻ ചെറിയ എമൗണ്ട് ഓഫ് ഫ്രോഡാണ്, അതായത് 10 lakhsന് താഴെ അല്ലെങ്കിൽ 1% ഓഫ് ടേൺ ഓവറിന് താഴെയാണെങ്കിൽ 50 lakhs വരെ പെനാൽറ്റി വരാനും 5 വർഷം വരെ ഇംപ്രിസൺമെൻറ്റിനും ചാൻസ് ഉണ്ട്. ദെൻ ഇതിനേക്കാൾ എല്ലാം ഒരു ബിഗർ ലെവലിൽ വരുന്ന ക്ലെയിമാണ് ഇറ്റ് ഇൻവോൾവിങ് പബ്ലിക് ഇൻട്രസ്റ്റ്. സത്യം സ്കാം പോലെ പബ്ലിക് ഇൻട്രസ്റ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സ്കാം അല്ലെങ്കിൽ ഒരു ഫ്രോഡ് ആണ് എങ്കിൽ പെനാൽറ്റി സെയിം ആണ്. ഫ്രോഡിൻ്റെ എമൗണ്ട് തൊട്ട് 3 ഇരട്ടി ഓഫ് ഫ്രോഡിൻ്റെ എമൗണ്ട് വരെ പെനാൽറ്റി വരാം, ഫൈൻ വരാം. ദെൻ പക്ഷേ ഇംപ്രിസൺമെൻറ്റ് 6 months അല്ല, മിനിമം 3 years തൊട്ട് 10 years വരെ ഇംപ്രിസൺമെൻറ്റും വരാം. സോ ഇവിടുത്തെ മേജർ പ്രത്യേകത എന്താണ്? 6 months എന്നുള്ളത് മാറി 3 years ആയി മിനിമം ഇംപ്രിസൺമെൻറ്റ്. സോ ഇതാണ് 447 ഫ്രോഡ് എന്ന് പറയുക. സോ ഇതിനകത്തൊരു കാര്യം എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ റോങ്ഫുൾ ഗെയിൻ ഉണ്ടെങ്കിലും റോങ്ഫുൾ ലോസ് ഉണ്ടെങ്കിലും ഈ ഒരു 4 കാര്യങ്ങൾ ആക്ടോ ഒമിഷനോ കൺസീൽമെൻറ്റ് ഓഫ് ഫാക്ടോ അബ്യൂസ് ഓഫ് പൊസിഷനോ ഫ്രോഡുലൻലി നടന്നിട്ടുണ്ടെങ്കിൽ അത് 447 കണക്കിൽ വരും. ഫോർ വെദർ ഓർ നോട്ട്, അവിടെ റോങ്ഫുൾ ഗെയിൻ ഉണ്ടെങ്കിലും ശരി റോങ്ഫുൾ ലോസ് ഉണ്ടെങ്കിലും ശരി എന്നുള്ള വേർഡിങ് നിങ്ങൾ എടുത്ത് കാണും. ശരിക്കും എന്താണ് ഈ റോങ്ഫുൾ ഗെയിനും റോങ്ഫുൾ ലോസ് എന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് സെൻറ്റൻസ് നോക്കിയാൽ മതി. പേഴ്സൺ ഗെയിനിങ് നോട്ട് എൻറ്റൈറ്റിൽ ദി നോട്ട് ലീഗലി എൻറ്റൈറ്റിൽ. സോ ലീഗലി അവകാശമില്ലാത്ത ഒരാൾക്ക് കിട്ടിയാൽ അതിന് എന്ത് പറയും? റോങ്ഫുൾ ഗെയിൻ. ലീഗലി അവകാശമില്ലാത്ത ഒരാൾക്ക് ക്യാഷ് കിട്ടിയെന്ന് വിചാരിക്കുക, അതെന്താണ്? റോങ്ഫുൾ ഗെയിൻ ആണ്. സോ പേഴ്സൺ ലോസിങ് ഈസ് ലീഗലി എൻറ്റൈറ്റിൽ. ലീഗലി അവകാശമുള്ള ഒരാൾക്ക് ക്യാഷ് കിട്ടുന്നില്ല, ക്യാഷ് ലോസ് ആയി. സോ ലീഗലി അവകാശമുള്ള ഒരാൾക്ക് ക്യാഷ് ലോസ് ആയാൽ അത് റോങ്ഫുൾ ലോസ് ആണ്. ലീഗലി അവകാശമുള്ള ഒരാൾക്ക് ക്യാഷ്, ലീഗലി അവകാശമില്ലാത്ത ഒരാൾക്ക് ക്യാഷ് കിട്ടിയാൽ അത് റോങ്ഫുൾ ഗെയിൻ ആണ്. സോ ഈ പറയുന്ന റോങ്ഫുൾ ഗെയിൻ ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, അബ്യൂസ് ഓഫ് പൊസിഷനോ കൺസീൽമെൻറ്റ് ഓഫ് ഫാക്ടോ കൊമിഷനോ അമിഷനോ എന്തെങ്കിലും ഒരു ഫ്രോഡിലൻ്റ് ആക്റ്റോ ഉണ്ടെങ്കിൽ അത് എന്താണ്? ഫ്രോഡാണ്. 447 പെനാൽറ്റി വരും. എന്താണ് 447 പെനാൽറ്റി? 10 lakhs അബോവ് വരുന്നതാണെങ്കിൽ 6 months തൊട്ട് 10 year വരെ ഇംപ്രിസൺമെൻറ്റും 3 times ഓഫ് ഫ്രോഡ് എമൗണ്ട് വരെ പണിഷ്മെൻറ്റും ഫൈനും വരാം. ദെൻ 10 lakhs 1% ബിലോ ടേൺ ഓവർ വരുന്ന ലിമിറ്റ് ചെറിയ സ്മോൾ ഫ്രോഡ് ആണെങ്കിൽ 5 years വരെ ഇംപ്രിസൺമെൻറ്റിന് ചാൻസ് ഉണ്ട്, 50 lakhs വരെ ഫൈനും ചാൻസ് ഉണ്ട്. ദെൻ ഇതിനേക്കാളെല്ലാം ബിഗർ പബ്ലിക് ഇൻട്രസ്റ്റിനെ മൊത്തമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഫ്രോഡാണ് എങ്കിൽ 3 ഇരട്ടി ഓഫ് ഫ്രോഡ് വരെ നമുക്ക് ഫൈനും വരും. കൂടാതെ 3 വർഷം മിനിമം നമുക്ക് ഇംപ്രിസൺമെൻറ്റ് കിട്ടും, മാക്സിമം 10 years വരെയും ഇംപ്രിസൺമെൻറ്റ് വരാം. ദെൻ വി ആർ ഗോയിങ് ടു ദി ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ചാപ്റ്റർ, that is സെക്ഷൻ 42 പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫർ കം സെക്യൂരിറ്റി. സോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? പ്രോസ്പെക്ടസിക്ക് ഏതിൻ്റെ കേസിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? പബ്ലിക് ഓഫർ. സോ പബ്ലിക് ആയിട്ട് ലാർജിനെ ഫുള്ളായിട്ട് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രോസ്പെക്ടസിൻ്റെക്ക് ആവശ്യം വരിക അല്ലേ? സോ പബ്ലിക്കിനെ ഫുള്ള് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണ് എങ്കിൽ, ഇതിന് പകരം നമ്മൾ പബ്ലിക്കിനെ ഫുൾ ഇൻവൈറ്റ് ചെയ്യുന്നില്ല, നമ്മളൊരു ക്ലോസ്ഡ് ഗ്രൂപ്പിനെ കണ്ടുപിടിച്ചു, നമുക്ക് പരിചയമുള്ള കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കണ്ടുപിടിച്ചു. എന്നിട്ട് ഇവരോടെല്ലാം നമ്മൾ പറഞ്ഞു ഷെയർ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാവരും ഞാൻ ആരാക്കാം? ഐഡൻറ്റിഫൈഡ് പേഴ്സൺസ്. സോ ഇവരാരൊക്കെയാണ്, എത്ര നമുക്ക് ഷെയർ എടുക്കും, ഇവരുടെ അഡ്രസ്സ് എന്താണെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്. സോ ഇവർക്ക് എത്ര പേർക്കും കൂടെ നമ്മൾ ഒരു 100 crore rupeesൻ്റെ ഷെയർ അങ്ങ് ഡിവൈഡ് ചെയ്തങ്ങ് കൊടുക്കും. സോ ഇവർക്ക് ഫുൾ, വേറെ ഒരു പബ്ലിക്കിനെ നമ്മൾ അറിയിക്കുന്നില്ല, ഇവരെ മാത്രം നമ്മൾ അറിയിക്കും, ഇവർക്ക് മാത്രം നമ്മൾ ഷെയർ കൊടുക്കും, ഇവർ നമ്മുടെ ഷെയർ എടുക്കും, ആ ഫണ്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. പബ്ലിക്കിന് ഫുള്ളായിട്ട് ഇൻവോൾവ്മെൻറ്റ് വല്ലതും ഉണ്ടോ? ഇല്ല. പബ്ലിക്കിന് ഫുൾ നോട്ടീസ് വല്ലതും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എസ്പെഷ്യലി പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പ്രോസ്പെക്ടസിന് പകരം ഇവിടെ എന്താണ് ഇഷ്യൂ ചെയ്യുന്നത്? പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫർ കം ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അതാണ് ഇവിടെ ഡോക്യുമെൻറ്റിൻ്റെ പേര്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫർ കം ആപ്ലിക്കേഷൻ ലെറ്റർ ആണ് നമ്മൾ പ്രോസ്പെക്ടസിന് പകരം ഇഷ്യൂ ചെയ്യുക. ഇതെല്ലാവർക്കും കൂടാണ് ഇഷ്യൂ ചെയ്യുന്നത്? അല്ലല്ലേ, നമ്മുടെ ഐഡൻറ്റിഫൈഡ് പേഴ്സൺസ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിന് മാത്രമാണ് ഇഷ്യൂ ചെയ്യുക. സോ ഹു ആർ ഐഡൻറ്റിഫൈഡ് പേഴ്സൺസ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സെലക്റ്റഡ് ഗ്രൂപ്പിനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈഡ് പേഴ്സൺസ് എന്ന് പറയുക. സോ മാക്സിമം എത്ര ഐഡൻറ്റിഫൈഡ് പേഴ്സൺസ് ആവാം? ഹൂസ് നമ്പർ ഷാൽ നോട്ട് എക്സീഡ് 50 or such higher amount as may be prescribed. സോ നോർമലി ആക്ടിൽ പറയുന്നത് 50 ആണ്. ദെൻ റൂൾസിൽ വേറെ ഏതെങ്കിലും എമൗണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓർ സച്ച് ഹയർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്. സോ റൂൾസിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് 200 ആണ്. സോ വിച്ച് എവർ ഈസ് ഹയർ നോക്കുമ്പോൾ 200. സോ ഇപ്പം വരെയുള്ള ലിമിറ്റ് അനുസരിച്ച് മാക്സിമം 200 ആൾക്കാരെ നമുക്ക് വരെ ഐഡൻറ്റിഫൈഡ് പേഴ്സൺസ് ആയിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. സോ പബ്ലിക് ഓഫറും ഈ പറയുന്ന പ്രൈവറ്റ് പ്ലേസ്മെൻറ്റും തമ്മിലുള്ള മേജർ ലിമിറ്റേഷൻ എന്താണ്? ഫണ്ട് ലിമിറ്റഡ് ആണല്ലേ. സോ 200 പേരൊരു 1 കോടി രൂപ വെച്ച് കൊണ്ടുവന്നാലും മാക്സിമം എത്ര റേസ് ആവത്തുള്ളൂ? 200 crore റേസ് ആവത്തുള്ളൂ അല്ലേ. സോ നമുക്ക് 1000, 2000, 5000 crores ഒക്കെ ആവശ്യമുള്ള ബിഗ് പ്രോജക്റ്റ് ആണെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് കൊണ്ട് നമുക്ക് വല്ലതും ആകുമോ? ആവത്തില്ല. സോ നമ്മൾ പബ്ലിക് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്ത് പബ്ലിക് ഓഫറിന് തന്നെ പോയാലേ നമുക്ക് അത്രയും വലിയ എമൗണ്ട് ഒക്കെ പ്രൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മുടെ ലിമിറ്റഡ്, നമ്മുടെ കുറച്ച് എമൗണ്ട് മതിയെങ്കിൽ, കുറച്ച് എമൗണ്ട് ഉദ്ദേശിച്ച് 200 crores വരെയുള്ള എമൗണ്ടൊക്കെ മതിയെന്നുണ്ടെങ്കിൽ, ലിമിറ്റ് അല്ല ഞാൻ പറയുന്നത്,
സോ 200 പേരെ കൊണ്ട് ബ്രിങ്ങിങ് ചെയ്യാൻ പറ്റുന്ന ആവശ്യമേ നമുക്കുള്ളൂ എങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ചെയ്താൽ മതി. പ്രോസ്പെക്ടസിൻ്റെ മിസ്റ്റേറ്റ്മെൻറ്റ്സ്, ഒമിഷൻസ്, പെനാലിറ്റീസ്, കണ്ടന്റ്, ഹോൾ ട്രൂത്ത് അബൌട്ട്, നത്തിങ് ബട്ട് ട്രൂത്ത് അബൌട്ട്, അങ്ങനെ കമ്പനിയെ കുറിച്ചുള്ള ഫുൾ ഹിസ്റ്ററി, ജോഗ്രഫി, ഇതൊന്നും നമ്മൾ പബ്ലിക്കിനെ ആരെയും അറിയിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിൽ ഇതെല്ലാം സേഫ് ആയിട്ടിരിക്കും. പകരം നമുക്ക് എന്താ, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴി നമുക്ക് ആവശ്യത്തിനുള്ള ഫണ്ട് റേസ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ഫണ്ട് ലിമിറ്റഡ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തേ പറ്റത്തുള്ളൂ. ദെൻ പ്രോസ്പെക്ടസിന് പകരം നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഡോക്യുമെന്റിന്റെ പേരെന്താണ്? പ്രൈവറ്റ് പ്ലേസ്മെന്റ് കം ആപ്ലിക്കേഷൻ ലെറ്റർ ആണ്. സോ okay, it does not carry the right for renunciation. This point is important. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു ഐഡൻറ്റിഫൈഡ് പേഴ്സൺസിനെ സെലക്ട് ചെയ്യുമല്ലോ, ഇവർക്കാണ് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കാൻ പോവുക അല്ലേ. സോ ഇതിലൊരാൾ എക്സ് എന്ന് പറയുന്ന ഒരാൾ ഈ പറയുന്ന ഐഡൻറ്റിഫൈഡ് പേഴ്സൺസിൽ ഇല്ലാത്ത ഒരാൾ, അതായത് ഒരു ഇസഡ് എന്ന് പറയുന്ന ഒരാൾ കണ്ടു. എന്നിട്ട് പറയുകയാണ്, എനിക്ക് ഈ പറയുന്ന പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൽ ഒരു 1000 ഷെയർസ് കിട്ടുന്നുണ്ട്, എനിക്ക് തൽക്കാലം വേണ്ട, നീ അത് വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് ഈ വാങ്ങിക്കാനുള്ള റൈറ്റ്, ഷെയർ അല്ല അയാൾ വിൽക്കുന്നത്, വാങ്ങിക്കാനുള്ള റൈറ്റ് ടു ബൈ ദിസ് ഷെയർസ്, ഈ വാങ്ങിക്കാനുള്ള അവകാശം വേറൊരാൾക്ക് വിൽക്കാൻ പറ്റുമോ? ഈ ഐഡൻറ്റിഫൈഡ് പേഴ്സൺ അല്ലാത്ത വേറൊരാൾക്ക് പറ്റത്തില്ല. അതിനാണ് റൈറ്റ് ടു റിനൗൺസിയേഷൻ എന്ന് പറയുക. സോ റിനൗൺസിയേഷൻ മീൻസ് സെല്ലിംഗ് ഓഫ് റൈറ്റ്, വാങ്ങിക്കാനുള്ള അവകാശം നമ്മൾ സെല്ല് ചെയ്യുകയാണ്. സോ അതിവിടെ പോസിബിൾ ആണോ? പോസിബിൾ അല്ല. നിങ്ങൾക്ക് അവകാശപ്പെട്ട ഷെയർ ആണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇനി എവിടെ ഐഡൻറ്റിഫൈഡ് പേഴ്സൺ ആണ് എങ്കിൽ അത് വേറൊരാൾക്ക് വിൽക്കാൻ പറ്റുമോ? ഷെയർ വാങ്ങിച്ചിട്ട് വിൽക്കാൻ പറ്റുമോ എന്നല്ല ഞാൻ പറയുന്നത്, ഷെയർ വാങ്ങിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് വിൽക്കാൻ പറ്റത്തില്ല. ദെൻ സബ്സ്ക്രിപ്ഷൻ മണി, റൈറ്റ് ഷെയർസ്, റൈറ്റ് ഇഷ്യൂക്ക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണ് റിനൗൺസിയേഷൻ. സോ റൈറ്റ് ഷെയറിന് റിനൗൺസിയേഷൻ പോസിബിൾ ആണ്, ഇവിടെ പറയുന്ന പ്രൈവറ്റ് പ്ലേസ്മെന്റിന് റിനൗൺസിയേഷൻ പോസിബിൾ അല്ല. ദെൻ സബ്സ്ക്രിപ്ഷൻ മണി, ഇനി ഇങ്ങനെയാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, ഈ പറയുന്ന ഐഡൻറ്റിഫൈഡ് പേഴ്സൺസിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ സബ്സ്ക്രിപ്ഷൻ മണി വാങ്ങിക്കുമല്ലോ ആപ്ലിക്കേഷൻ അലോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ. സോ ഈ സബ്സ്ക്രിപ്ഷൻ മണി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പബ്ലിക്കേഷൻ്റെ കേസിൽ വന്ന് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ കീപ്പ് ചെയ്യണം. ഇത് ഇതിനൊക്കെ വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, നമുക്ക് അലോട്ട്മെൻറ്റിനും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇനി ബൈ ചാൻസ് എന്തെങ്കിലും കാരണം കൊണ്ട് അലോട്ട്മെൻറ്റ് നടന്നിട്ടില്ലെങ്കിൽ അത് റീഫണ്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഈ 2 പർപ്പസിന് വേണ്ടി മാത്രമേ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ ഫ്രഷ് ഓഫർ പോസിബിൾ അല്ല. ഫോർ എക്സാമ്പിൾ, ഒരു പബ്ലിക് ഓഫർ ഒരു പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓൾറെഡി നടത്തിയെന്ന് വിചാരിക്കുക. സോ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, സോ നമുക്ക് ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കണം എന്നുണ്ട്. സോ നമ്മൾ ഐഡൻറ്റിഫൈഡ് പേഴ്സൺസിനെ ഇഷ്യൂ ചെയ്തു, ഇവർക്ക് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫർ കം ആപ്ലിക്കേഷൻ ലെറ്ററൊക്കെ നമ്മൾ അയച്ചു, ഇവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ആപ്ലിക്കേഷൻസ് എല്ലാം റിസീവ് ചെയ്തു. ദെൻ നമ്മൾ അലോട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഇവർക്കുള്ള ഷെയർസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ആൾക്കാരെ ചൂസ് ചെയ്ത്. ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ്, സോ ജനുവരിയിലായപ്പോഴത്തേക്ക് അലോട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ബൈ ഫെബ്രുവരി ഇത് തീരുമെന്നാണ് നമ്മൾ വിചാരിക്കുക അലോട്ട്മെൻറ്റ്. സോ ഇൻ ബിറ്റ്വീൻ ജനുവരി 15-ാം തീയതി നമുക്ക് വേറൊരു പബ്ലിക് ഓഫർ നടത്താൻ പറ്റുമോ? നോർമലി പറ്റത്തില്ല. ഒരു പ്രീവിയസ് ഓഫർ പെൻഡിങ് ആണ് എങ്കിൽ ഒരു ഫ്രഷ് ഓഫർ പോസിബിൾ അല്ല. പക്ഷെ അതിനൊരു എക്സെപ്ഷൻ പറയുന്നത്, ഈ പറയുന്ന റണ്ണിങ് ഓഫർ ഉണ്ടല്ലോ, അതായത് പ്രീവിയസ് ഓഫർ, ഇതിൽ നമ്മൾ 100 ആൾക്കാരെ മാത്രമേ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൽ വിളിച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു 100 ആൾക്കും കൂടി നമുക്ക് വേണമെങ്കിൽ രണ്ടാമത് ഓഫർ നടത്താം. ടുഗെദർലി അറ്റ് എ ടൈം ഒരു ഇയറിൽ എത്ര പേരുടെ മേലിൽ കൂടാൻ പാടില്ല? 200 എബോവ് പോകാൻ പാടില്ല. സോ ഒരു ഇയറിൽ ഒരു ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിനാണ്. സോ ഷെയർസിന് വേണ്ടിയുള്ള പ്രൈവറ്റ് പ്ലേസ്മെന്റ് മാക്സിമം എത്ര പേർക്ക് കൊടുക്കാം? 200 ഇൻ ആൻ ഇയർ. ദെൻ ഡിബഞ്ചർ ആണെങ്കിൽ വേറെ 200 ആൾക്കാർക്ക് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം ഇൻ ആൻ ഇയർ. പക്ഷേ അറ്റ് എ ടൈം നമ്മൾ ഈ ഒരു ഇത് ഷെയർ ആണെന്ന് വിചാരിക്കുക, രണ്ടാമത് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മാക്സിമം 200 എബോവ് പോകാൻ പാടുണ്ടോ? ഇല്ല. സോ അറ്റ് എ ടൈം 200 വരെ നമുക്ക് ഒരു പ്രൈവറ്റ് പ്ലേസ്മെന്റ് നടത്താൻ പറ്റത്തുള്ളൂ. ദെൻ ഒരു വർഷത്തിൽ നമുക്ക് 200 വരെ ഇൻഡിവിജ്വൽ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസിന് പോസിബിൾ ആവത്തുള്ളൂ. അതിനൊരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് എടുത്ത് നമ്മൾ റെഗുലർ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്, അത് ഇച്ചിരി കൂടെ ക്ലാരിറ്റി അവിടെ കിട്ടുമെന്ന് വിചാരിക്കുക. സോ ഇതിനകത്ത് എന്താ ഓർക്കേണ്ടത്? പഴയ ഓഫർ പെൻഡിങ് ആണ്, അതിൻ്റെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതിന് റീഫണ്ട് കൊടുത്തു തീർന്നിട്ടില്ല, അങ്ങനെയാണെങ്കിൽ പുതിയ ഓഫർ പോസിബിൾ ആണോ? പോസിബിൾ അല്ല. ദെൻ അലോട്ട്മെൻറ്റ് വിത്തിൻ 60 days, ഇതാണ് സമയം വരിക. സോ നമ്മൾ എന്താ പറയുന്ന പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് കം ആപ്ലിക്കേഷൻ ലെറ്റർ ആർക്ക് കൊടുത്തു? നമ്മുടെ ഐഡൻറ്റിഫൈഡ് പേഴ്സൺസിന് കൊടുത്തു. ഇവരുടെ കയ്യിൽ നിന്ന് നമ്മൾ സബ്സ്ക്രിപ്ഷൻ മണി റിസീവ് ചെയ്യും അല്ലേ? അവരെല്ലാവരും ഉറപ്പായിട്ടും ഷെയർ വാങ്ങിക്കുന്നവരായിരിക്കും, നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. റെയർ കേസിൽ മാത്രമേ അവർ വാങ്ങിക്കാതിരിക്കത്തുള്ളൂ. സോ സബ്സ്ക്രിപ്ഷൻ മണി ഇങ്ങോട്ട് അയച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇവർക്ക് എന്ത് കൊടുക്കണം? ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കണം. സോ ഇത് എത്ര നാളിനുള്ളിൽ അലോട്ട്മെൻറ്റ് നടത്തണം? വിത്തിൻ
60 days from the date of receipt. ഈ സബ്സ്ക്രിപ്ഷൻ മണി റിസീവ് ചെയ്ത് 60 ദിവസത്തിനുള്ളിൽ നമ്മൾ ഇവർക്ക് ഷെയർ അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം, നിർബന്ധമാണ്. ദെൻ ഇഫ് ദ കമ്പനി നോട്ട് ഏബിൾ ടു 60 ദിവസത്തിനുള്ളിൽ കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ, ഫെയിലായി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വിത്തിൻ 15 days, അതായത് 75ാമത്തെ ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഫുൾ എമൗണ്ട് റീഫണ്ട് കൊടുക്കണം. വാങ്ങിച്ച എമൗണ്ട് ഫുൾ അവർക്ക് റീഫണ്ട് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ദെൻ ഇനി 15 ഡേയ്സിനുള്ളിൽ റീഫണ്ട് കൊടുക്കാൻ പറ്റിയില്ല, പിന്നെയും നമ്മൾ ഫെയിലായി, 75 ദിവസം കഴിഞ്ഞിട്ടും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം അറ്റ് ദ റേറ്റ് ഓഫ് 12% വെച്ച് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. ദെൻ ഈ പറഞ്ഞ 2 പോയിന്റ്സ് ഞാൻ പിന്നെയും സെപ്പറേറ്റ് പറയുന്നില്ല, കാരണം സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യണം. അലോട്ട്മെന്റിനും റീപേയ്മെന്റിനും വേണ്ടി മാത്രമേ യൂട്ടിലൈസ് ചെയ്യാവുള്ളൂ. ആ പോയിന്റ് ഒന്നും കൂടി എടുത്ത് പറഞ്ഞിരിക്കുന്നതാണ്. ദെൻ ഈ പ്രൈവറ്റ് പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ ഒരു വിധത്തിലുള്ള പബ്ലിക് അഡ്വർടൈസ്മെന്റും പോസിബിൾ അല്ലേ? കാര്യം പബ്ലിക്കിനെ നമ്മൾ ഇത് അറിയിക്കുന്നുണ്ടോ? ഇല്ല. പ്രൈവറ്റ് ഗ്രൂപ്പിനെ മാത്രം അറിയിച്ചാൽ മതി, ഒരു വിധത്തിലുള്ള പബ്ലിക് അഡ്വർടൈസ്മെന്റും പോസിബിൾ അല്ല. ദെൻ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫെയിലിയർ ഒന്നുമില്ല, നമ്മൾ 60 ദിവസത്തിനുള്ളിൽ ഫുൾ അലോട്ട്മെന്റ് നടത്തി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ അലോട്ട്മെന്റ് തീർന്ന് 15 ഡേയ്സിനുള്ളിൽ എന്ത് ഫയൽ ചെയ്യണം? ഒരു റിട്ടേൺ ഓഫ് അലോട്ട്മെന്റ് ഫയൽ ചെയ്യണം. ആർക്ക് ഫയൽ ചെയ്യണം? ROCക്ക്, രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് 15 ഡേയ്സിനുള്ളിൽ നമ്മളൊരു റിട്ടേൺ ഓഫ് അലോട്ട്മെന്റ് ഫയൽ ചെയ്യണം. അതിനകത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം? ആർക്കൊക്കെയാണ് ഇഷ്യൂ ചെയ്തത്, എന്താണ് അഡ്രസ്സ്, എത്ര നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തു, വേറെ ഏതൊക്കെ റെലവൻറ്റ് ഇൻഫർമേഷൻസ് നമ്മൾ താഴെ നമ്മൾ റൂൾസ് പഠിക്കുന്നുണ്ട്. ആ റൂൾസിനകത്ത് നമ്മൾ ബാക്കി എന്തൊക്കെ വേണം എന്നുള്ളത് നോക്കും. ദെൻ ഡീറ്റെയിൽസ് ഇൻ ഫയലിംഗ് ദി റിട്ടേൺ ഓഫ് അലോട്ട്മെന്റ്, ഡിഫോൾട്ട്സ്. ഇനി ഈ റിട്ടേൺ ഓഫ് അലോട്ട്മെന്റ് നമ്മൾ ഫയൽ ചെയ്തിട്ടില്ല, അത് നമ്മൾ ഡിഫോൾട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ പ്രൊമോട്ടേഴ്സിനും ഡയറക്ടേഴ്സിനും കമ്പനിക്കും എത്രയാണ് പനിഷ്മെന്റ് വരിക? 1000 rupees ഫോർ ഈച്ച് ഡേ ഡ്യൂറിംഗ് വിത്ത് നോട്ട് എക്സീഡിങ് 25 lakh rupees. സോ 1000 പെർ ഡേ വെച്ച് നമുക്ക് പെനാൽറ്റി വരും, സബ്ജക്റ്റ് ടു എ മാക്സിമം ഓഫ് 25 lakh rupees. 1 lakh rupees ഒന്നുമല്ല, ഇത് വലിയ എമൗണ്ടാണ്. സോ 25 lakhs വരെ നമുക്ക് പെർ ഡേ വെച്ചിട്ട്. എന്തിൻ്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്? റിട്ടേൺ ഓഫ് അലോട്ട്മെന്റ് ഫയൽ ചെയ്യാൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ. ദെൻ ഈ പറയുന്ന ഈ റിട്ടേൺ ഓഫ് അലോട്ട്മെന്റിന്റെ കാര്യമല്ല, മൊത്തത്തിൽ ഈ പറയുന്ന സെക്ഷൻസിൽ എന്തെങ്കിലും കോൺട്രാവെൻഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യാൻ മറന്നുപോയി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വയലേഷൻസ് ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിഷ്മെന്റ് വരും. പണിഷ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രൊമോട്ടേഴ്സ്, കമ്പനിയെ, ഡയറക്ടേഴ്സ് എന്നിവയ്ക്ക് വേണ്ടിയായിരിക്കും ലയബിൾ ആവുക. എത്ര എമൗണ്ട് ആണോ ഫുൾ എമൗണ്ട് റേസ്ഡ്, പ്രൈവറ്റ് പ്ലേസ്മെന്റ് നമ്മൾ ഫുൾ ചെയ്ത എമൗണ്ട് ഓർ 2 crore rupees വിച്ച് എവർ ഈസ് ലോവർ. സോ ഇതിലേതാണോ ചെറുത് അത്രയും എമൗണ്ട് വരെ നമുക്ക് പണിഷ്മെന്റും വരും. മാത്രമല്ല ഫുൾ എമൗണ്ട്, ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്ന ഫുൾ എമൗണ്ട് നമ്മൾ റീഫണ്ട് ചെയ്യണം വിത്ത് ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 12% വിത്തിൻ 30 days. വിത്തിൻ 30 days. സോ ഈ പറയുന്ന എന്തെങ്കിലും ഒരു കോൺട്രാവേഷൻ ഉണ്ടെങ്കിൽ, ഇതുവരെ നമ്മൾ പഠിച്ചതിലുള്ള ബിഗ്ഗസ്റ്റ് പെനാലിറ്റിയാണ് ഈ പറയുക. സോ പ്രൈവറ്റ് പ്ലേസ്മെന്റ് നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. പ്രൈവറ്റ് പ്ലേസ്മെന്റ് നടത്തുമ്പം എന്തെങ്കിലും ഒരു വയലേഷൻ, ഏതെങ്കിലും കോൺട്രാവെൻഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഫുൾ എമൗണ്ട് സബ്ജക്റ്റ് ടു എ മാക്സിമം ഓഫ് 2 crore വരെ നമുക്ക് പെനാൽറ്റി വരാം. മാത്രമല്ല ഫുള്ള് കളക്ട് ചെയ്ത എമൗണ്ട് നമ്മൾ 30 ദിവസത്തിനുള്ളിൽ ഇൻട്രസ്റ്റ് സഹിതം തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയും വരും. അതാണ് കോൺട്രാവെൻഷൻ ഓഫ് ദിസ് സെക്ഷൻ 42 എന്ന് പറയുന്നത്. ദെൻ ഡീംഡ് ടു ബി പബ്ലിക് ഓഫർ. ഇനി പറഞ്ഞു 200 എന്തെങ്കിലും വയലേഷൻ ആയിട്ട് നടക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് മോർ ദാൻ 200 ആൾക്കാർക്ക് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തു എന്ന് വിചാരിക്കുക. ഇതെന്താകും? ഡീംഡ് പബ്ലിക് ഓഫർ ആയിട്ട് മാറും. പിന്നെ ഇത് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണോ? അല്ല, ഡീംഡ് പബ്ലിക് ഓഫർ ആകും. ആയിക്കോട്ടെ, എനിക്ക് വിരോധമൊന്നും ഇല്ല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? ഇല്ല. ഡീംഡ് പബ്ലിക് ഓഫർ ആയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? പ്രോസ്പെക്ടസ് വരും, ഡീംഡ് പ്രോസ്പെക്ടസ് വരും. പ്രോസ്പെക്ടസ് വന്നാൽ 26 പറയുന്ന മാറ്റേഴ്സ് അവിടെ വേണം. അത് മിസ്ലീഡിങ്ങോ ഒമിഷനോ ഉണ്ടായി കഴിഞ്ഞാൽ 447 പെനാലിറ്റി വരും. സെക്ഷൻ 35, 34, 36, 37 എല്ലാം ആപ്ലിക്കബിൾ ആകും അല്ലേ? പിന്നെ പ്രോസ്പെക്ടസിൽ പറയുന്ന പോലെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസും അതിൻ്റെ റിപ്പോർട്ട്സും ഹോൾ ട്രൂത്ത്, നത്തിങ് ബട്ട് ട്രൂത്ത് അബൌട്ട് ദ കമ്പനി എന്ന് പറഞ്ഞ എല്ലാം നമ്മൾ എവിടെ ഡിസ്ക്ലോസ് ചെയ്യണം? പ്രോസ്പെക്ടസിൽ ഡിസ്ക്ലോസ് ചെയ്യണം. ഇതിൻ്റെ എല്ലാം ആവശ്യം വരും. എപ്പോഴാണ്? 200 എബോവ് ആയി പോയാൽ ഐഡന്റിഫൈഡ് പേഴ്സൺസ്. അപ്പോൾ അത് ഡീംഡ് പബ്ലിക് ഓഫർ ആയിട്ട് മാറുന്ന കേസിൽ. ദെൻ ഈ പബ്ലിക് ഓഫറിൻ്റെ കേസിൽ റൂൾസിലും നമ്മൾ എപ്പോഴും പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഓർത്തോണം സെക്ഷൻ 42 പ്ലസ് റൂൾസ്. പ്രൈവറ്റ് പ്ലേസ്മെന്റ് റൂൾസ് ഏത് റൂളാണെന്ന് വെച്ചാൽ കമ്പനീസ് പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് റൂൾസ് 2014. ഈ രണ്ടും കൂടെ ചേർന്നാൽ മാത്രമേ പ്രൈവറ്റ് പ്ലേസ്മെന്റിന്റെ പ്രൊവിഷൻസ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. സോ നമ്മൾ 42 സെക്ഷൻ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ അകത്തുള്ള ആഡ് ഓൺ നോട്ട്സ് ആണ് ഈ പറയുന്ന റൂൾസിൽ പറയുക. സോ റൂൾസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നതെന്ന് നോക്കാം.
കുറേയൊക്കെ റെപ്പറ്റീഷൻ ആയിരിക്കും, കുറേയൊക്കെ പുതിയ കാര്യങ്ങളായിരിക്കും. സോ റൂൾസിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടത്തണമെങ്കിൽ ആദ്യം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, എല്ലാത്തിൻ്റെയും ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, ബോർഡ് തീരുമാനിക്കണമല്ലോ. സോ ഒരു ബോർഡ് മീറ്റിംഗ് വിളിച്ചു കൂട്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കുമല്ലോ ഇത് തീരുമാനിക്കുക, നമുക്കൊരു പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടത്താം എന്നുള്ള കാര്യം. സോ ആദ്യം ഒരു ബോർഡ് റെസൊല്യൂഷൻ പാസ്സാക്കും. ദെൻ ബോർഡ് റെസൊല്യൂഷനിൽ ഈ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടത്തണമെങ്കിൽ ഇനി നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ ബാക്കി അതർ കേസിൽ, ആദ്യം അതർ കേസ് പറയാം, വേറെ ഏത് ഈ സെക്യൂരിറ്റി ആണെങ്കിലും നമുക്ക് എന്ത് വേണം, ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ നിർബന്ധമാണ്. എന്തിനു വേണ്ടി, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടത്താൻ വേണ്ടി. ദെൻ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ ആണ് എങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ മാത്രം മതി. ഈഫ് ലിമിറ്റിന് മേളിൽ പോയി കഴിഞ്ഞാൽ, മോർ ദാൻ ലിമിറ്റ്. സോ 180 എന്ന് പറയുന്ന സെക്ഷൻസിൽ ഒരു ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സിന്. ദാറ്റ് ഈസ് 100% ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സ് പ്ലസ് സെക്യൂരിറ്റീസ് പ്രീമിയം. ഈ പറയുന്ന ലിമിറ്റിന് മേളിൽ പോയി കഴിഞ്ഞാൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം. അതും ഒരു വർഷത്തിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ മതി. ഓരോ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിനും വേറെ റെസൊല്യൂഷൻ്റെ ആവശ്യമില്ല. വൺസ് സ്പെഷ്യൽ റെസൊല്യൂഷൻ വൺസ് ഇൻ ഇയർ. സോ ഒരു ഇയറിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി ലിമിറ്റിന് മേളിൽ പോവുകയാണെങ്കിൽ. ദെൻ ലെസ് ദാൻ ലിമിറ്റ് ആണ് എങ്കിൽ, ലിമിറ്റിന് താഴെയാണെങ്കിൽ ബോർഡ് റെസൊല്യൂഷൻ മാത്രം മതി, സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ ആവശ്യമില്ല. സോ ഓർത്തോണം, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിനെല്ലാം എന്ത് വേണം, സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം. ദെൻ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ ആണ് മോർ ദാൻ ലിമിറ്റ്, അതായത് 100% പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസോഴ്സ് പ്ലസ് സെക്യൂരിറ്റീസ് പ്രീമിയത്തിന് മേളിൽ പോകുന്നുണ്ട് എമൗണ്ട് എങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം. പക്ഷേ അത് വർഷത്തിൽ ഒരെണ്ണം മതി. എത്ര തവണ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്താലും ഒറ്റ റെസൊല്യൂഷൻ ഇയറിൻ്റെ തുടക്കത്തിൽ നമ്മൾ പാസ്സാക്കിയാൽ മതി. ദെൻ ലിമിറ്റിന് താഴെയാണ് നമ്മൾ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന സ്പെഷ്യൽ റെസൊല്യൂഷൻ പോലും വേണ്ട, എന്ത് മതി, വെറും ബോർഡ് റെസൊല്യൂഷൻ മാത്രം മതി. ദെൻ ഇങ്ങനെ റെസൊല്യൂഷൻ പാസ്സാക്കണമെങ്കിൽ നമ്മളൊരു ജനറൽ മീറ്റിംഗ് വിളിക്കണമല്ലോ. സോ ജനറൽ മീറ്റിംഗ് വിളിക്കണമെങ്കിൽ നമ്മളൊരു നോട്ടീസ് അയക്കുന്നുണ്ടാവുമല്ലോ മെമ്പേഴ്സിന്. ഈ പറയുന്ന നോട്ടീസിൽ നമ്മൾ ഈ പ്രോസ്പെക്ടസിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രോസ്പെക്ടസ് അല്ല, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറയണം. സോ നോട്ടീസിൽ നമ്മൾ റെസൊല്യൂഷൻ കാണും, അതുകൂടാതെ എന്ത് കാണും, ഒരു എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് കാണും. നോട്ടീസിന് കൂടെയുള്ള എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിനെ കുറിച്ച് പറയണം, അതായത് മെമ്പേഴ്സിനെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിയിക്കണം ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കാൻ വേണ്ടി, അതാണ് പറയുന്നത്. ബോർഡ് റെസൊല്യൂഷൻ പാസ്സാക്കിയ ഡേറ്റ്, ബോർഡ് എന്നാണ് ഈ കാര്യത്തിലൊരു തീരുമാനമെടുത്തത്, ഏത് കൈൻഡ് ഓഫ് സെക്യൂരിറ്റി, ഷെയർ ആണോ, ഡിബഞ്ചർ ആണോ, നോൺ കൺവേർട്ടബിൾ ആണോ, റെഡീമബിൾ ആണോ, ഇറഡീമബിൾ ആണോ, ഏത് കൈൻഡ് ഓഫ് സെക്യൂരിറ്റി ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, ആൻഡ് ദ പ്രൈസ് അറ്റ് വിച്ച്, ഏത് എമൗണ്ടിനാണ് നമ്മൾ സെക്യൂരിറ്റി പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ദെൻ എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്, പ്രീമിയത്തിലാണോ ഡിസ്കൗണ്ടിലാണോ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്, ആരാണ് ഷെയർ വാല്യൂ ചെയ്ത വാല്യൂവർ, ദെൻ നെയിം, അയാളുടെ നെയിം, അഡ്രസ്സ്, ദെൻ എത്ര എമൗണ്ട് ആണ് ഫുള്ള് കമ്പനി ഈ ഒരു പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴി റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, 100 കോടിയാണോ 50 കോടിയാണോ എന്നുള്ള കാര്യങ്ങൾ. ദെൻ മെറ്റീരിയൽ ടേംസ് ഓഫ് റേസിങ്, എന്തൊക്കെ കണ്ടീഷൻസിലാണ് ഫണ്ട് റേസ് ചെയ്യുന്നത്, എത്ര നാൾ വരെയാണ് നമുക്ക് ഈ ഫണ്ട് റേസ് ചെയ്യാനുള്ള ടൈം അലോ ചെയ്തിരിക്കുന്നത്, ദെൻ എന്തിനു വേണ്ടിയാണ് ഈ ഫണ്ട്, അല്ലേ, നമ്മുടെ ഇപ്പോഴത്തെ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നല്ലേ നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്നത്. സോ കമ്പനി ഉടനെ ഒരു 100 crore എമൗണ്ട് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴി ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൽ ഒരു ഐഡൻറ്റിഫൈഡ് പേഴ്സൺസിന് കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടി ഈ 100 കോടി എന്നുള്ളതൊക്കെ ആരെ അറിയിക്കണം, ഈ പറയുന്ന മെമ്പേഴ്സിനെ അറിയിക്കണം. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ അവരുടെ 75% അപ്രൂവൽ, അതായത് സ്പെഷ്യൽ റെസൊല്യൂഷൻ കിട്ടത്തുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളെല്ലാം ഈ പറയുന്ന എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടാവണം. അതല്ലാതെ കുറേ കാര്യങ്ങളും കൂടെ ഉണ്ട്. എനിവേ, ഇങ്ങനത്തെ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുക എന്ന് വിചാരിക്കുക. ദെൻ ഇഫ് ദ കമ്പനീസ് സ്പെഷ്യൽ റെസൊല്യൂഷൻ എല്ലാം പാസ്സാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന 2 പോയിന്റ്സ് എന്ന് പറയുന്നത്, ഈ പറയുന്ന പോയിന്റ് നമ്മുടെ കൺവേർട്ടബിൾ, നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സിൻ്റെ കാര്യമാണ്. ബോർഡ് റെസൊല്യൂഷൻ മതി, ചില കേസിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ മതി, അതും വൺസ് ഇൻ ഇയർ മതി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു പോയതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാകും, അല്ലേ, അതെല്ലാം നമ്മൾ പറഞ്ഞു. ദെൻ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ 200, അല്ലേ, ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന 50 അല്ലെങ്കിൽ റൂളിൽ പറഞ്ഞിരിക്കുന്ന ലിമിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഞാൻ അവിടെ പറഞ്ഞു റൂളിൽ പറഞ്ഞിരിക്കുന്നത് 200 ആണെന്ന്. സോ ഇതാണ് ശരിക്കും റൂളിൽ 200 പറഞ്ഞിരിക്കുന്ന പാരഗ്രാഫ് എന്ന് പറഞ്ഞത്. ദെൻ ഈ 200 ഇൻഡിവിജ്വലി ഓരോ സെക്യൂരിറ്റിക്കും അവൈലബിൾ ആണ്. ദാറ്റ് മീൻസ് ഷെയർ ആണെങ്കിൽ മാക്സിമം എത്ര പേർക്ക് അലോട്ട് ചെയ്യാം, 200. ഇനി വേറെ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാമെന്ന് വെച്ചോ, അത് വേണമെങ്കിൽ നമുക്ക് വേറെ 100 പേർക്ക് അലോട്ട് ചെയ്യാം. പ്രശ്നമുണ്ടോ, ഇല്ല. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു കൈൻഡ് ഓഫ് സെക്യൂരിറ്റിക്കാണ് 200 ലിമിറ്റ് പറയുക. വേറെ കൈൻഡ് ഓഫ് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇഷ്യൂ ചെയ്യാം. ദെൻ റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞല്ലേ,
സെക്ഷൻ 42 ആർ ഒ സിക്ക് റിട്ടേൺ ഓഫ് അലോട്ട്മെന്റ് ഫയൽ ചെയ്യണം. എത്ര നാളിനുള്ളിൽ ഫയൽ ചെയ്യണം? 15 ഡേയ്സിനുള്ളിൽ നമ്മൾ റിട്ടേൺ ഓഫ് അലോട്ട്മെന്റ് ആർ ഒ സിക്ക് ഫയൽ ചെയ്യണം. ഇതൊക്കെ റൂൾസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്, ചിലപ്പോൾ റെപ്പിറ്റേഷൻ ആയിരിക്കും. ദെൻ ഈ പറയുന്ന 200 എന്ന് പറയുന്ന ലിമിറ്റ് രണ്ട് കൂട്ടർക്ക് ആപ്ലിക്കബിൾ അല്ല. ആർക്കൊക്കെയാണ്? നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിക്കും 200 ലിമിറ്റ് ആപ്ലിക്കബിൾ അല്ല, ഹൗസിംഗ് ഫിനാൻസ് കമ്പനിക്കും ആപ്ലിക്കബിൾ അല്ല. എന്ന് വെച്ചാൽ ഇവർക്ക് എത്ര പേർക്ക് വേണമെങ്കിലും പ്രൈവറ്റ് പ്ലേസ്മെന്റ് നടത്താമെന്നല്ല പറയുന്നത്, ഇവർക്ക് രണ്ടുപേർക്കും റെസ്പെക്റ്റീവ് ആക്ട് ഉണ്ട്. സോ ഏതാണ്? നോൺ ഹൗസിംഗ് ഫിനാൻസ് കമ്പനിയുടെയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ആക്ട് ഉണ്ട്, അല്ലെങ്കിൽ ഹൗസിംഗ് ഫിനാൻസ് ബാങ്ക് ആക്ട്, നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഉണ്ട്. ഈ രണ്ട് ആക്ട് പ്രകാരം അവർക്ക് വേറെ ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടാകും. ആ ലിമിറ്റാണ് ആപ്ലിക്കബിൾ. കമ്പനീസ് ആക്ടിൽ 200 ലിമിറ്റ് അല്ല അവർക്ക് ആപ്ലിക്കബിൾ ആയിട്ട് വരിക. ദെൻ പ്രൈവറ്റ് കമ്പനി രജിസ്റ്റർ കോപ്പി ഓഫ് ബോർഡർ. സോ പ്രൈവറ്റ് കമ്പനി ആണ് എങ്കിൽ ഈ പറയുന്ന ബോർഡ് റെസൊല്യൂഷൻ്റെ സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ കോപ്പി ഉണ്ടല്ലോ, അതും കൂടെ ആർക്ക് ഫയൽ ചെയ്യണം? ROCക്ക് ഫയൽ ചെയ്യണം. പ്രൈവറ്റ് കമ്പനിക്ക് മാത്രമാണ് ആ ക്ലോസ് പറയുക. ദെൻ കമ്പനി ഷാൽ ഇഷ്യൂ ഈ പറയുന്ന പ്രൈവറ്റ് പ്ലേസ്മെന്റ് കം ആപ്ലിക്കേഷൻ ലെറ്റർ ഓൺലി ആഫ്റ്റർ 11 സ്പെഷ്യൽ റെസൊല്യൂഷൻ ബോർഡ് റെസൊല്യൂഷൻ ഹാസ് ബീൻ ഫയൽഡ് വിത്ത് രജിസ്ട്രി. സോ ഏതാണോ നമ്മളുടെ സെബി ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ സെബിക്ക് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിക്ക് എങ്ങോട്ടാണെങ്കിലും ഈ ആവശ്യപ്പെടുന്ന സ്പെഷ്യൽ റെസൊല്യൂഷനും ബോർഡ് റെസൊല്യൂഷൻസും എന്താണെന്ന് വെച്ചാൽ അത് ഫയൽ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് പ്രോസ്പെക്ടസിന് പകരം നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന പ്രൈവറ്റ് പ്ലേസ്മെന്റ് കം ആപ്ലിക്കേഷൻ ലെറ്റർ നമുക്ക് ഈ പറയുന്ന ഐഡൻറ്റിഫൈഡ് പേഴ്സൺസിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതിന് മുമ്പ് കൊടുത്താൽ അത് വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല, ഐഡൻറ്റിഫൈഡ് പേഴ്സൺസ് IP. സോ വിത്ത് ദിസ് പിന്നെ ഇതിൻ്റെ കൂടെ എന്ന് പറയുന്നത് കുറച്ച് പെനാൽറ്റീസിൻ്റെ കുറച്ച് ക്ലോസസ് ആണ്. അത് ഞാനിപ്പോൾ പറയുന്നില്ല, ഓൾറെഡി പറഞ്ഞ പെനാൽറ്റീസ് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്തതേ ഉള്ളൂ. വേണമെങ്കിൽ നോട്ട്ബുക്കിലേക്ക് റീറൈറ്റ് ചെയ്തെടുക്കാൻ പോസ് ചെയ്ത് വെച്ചിട്ട് ഇത്രയാണ് കുറച്ച് പെനാൽറ്റീസ് ഒന്ന് സ്റ്റാൻഡേർഡ് ഒന്ന് സമ്മറൈസ് ചെയ്ത് ടേബിൾ ഫോമിലാക്കിയതേ ഉള്ളൂ. വിത്ത് ദിസ് വി ഫിനിഷ് ദിസ് ചാപ്റ്റർ. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ കൊണ്ട് ഒരു ചാപ്റ്റർ ഫുള്ള് പോക്കറ്റിലായി എന്ന് വിചാരിക്കരുത്. ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് റിവിഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. റെഗുലർ ക്ലാസ് യൂസ് ചെയ്യുന്നവർക്ക്, ഓൾറെഡി എക്സാം എഴുതിയവരാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ഒന്നും കൂടെ മെമ്മറി ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഈ വീഡിയോ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അല്ല, ഇനി നിങ്ങൾ സെൽഫ് സ്റ്റഡിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ഓവറോൾ ഐഡിയ എടുത്തിട്ട് സെൽഫ് സ്റ്റഡിക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ആ രീതിയിലും സെൽഫ് സ്റ്റഡിക്ക് പോകാൻ വേണ്ടി ഇത് യൂട്ടിലൈസ് ചെയ്യാം. അല്ലാതെ ഈ വീഡിയോ മാത്രം ഇതുവരെ ഒന്നും പഠിച്ചിട്ട് ഒന്നും ഇല്ലാത്ത ഒരാൾ ഈ വീഡിയോ മാത്രം കണ്ട് ഈ ചാപ്റ്റർ കവറായി എന്ന് വിചാരിക്കരുത്. നിങ്ങൾ എന്തേലും നോട്ട്സ് എഴുതി എടുത്തെന്ന് പറഞ്ഞാൽ പോലും ചാപ്റ്റർ കവർ ആവത്തില്ല. റെഗുലറായിട്ട് എൻ്റെ വേറെ ഏതെങ്കിലും ഫാക്കൽറ്റിയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് മാത്രം റെഡി ഫോർ എക്സാം എന്ന് മനസ്സിൽ വിചാരിക്കുക. അല്ലാതെ ഈ വീഡിയോ മാത്രം സഫിഷ്യൻ്റ് ആവത്തില്ല. ജസ്റ്റ് 1 hour കൊണ്ട് ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ്സ് ജസ്റ്റ് എ റിവിഷൻ വീഡിയോ. ഓക്കെ, ഇത് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു, ബൈ.